കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. സക്സസ് സ്റ്റോറി ക്രൂ എന്നുള്ളത് തലശ്ശേരി തിരുവങ്ങാട് ഗോകുൽ എന്ന വീട്ടിലാണ്. മോഹൻ അസോസിയേറ്റ്സിൻ്റെ ഫൗണ്ടർ പി മോഹൻ എന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ തേടിയാണ് ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത്. 4 പതിറ്റാണ്ട് കാലമായി അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടന്റ് രംഗത്തുണ്ട്. നമുക്കറിയാം, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ ലോകത്ത് ഏതാണ്ട് 18 ലക്ഷം പേരാണുള്ളത്. അതിൽ ഇന്ത്യയിൽ 4 ലക്ഷം പേർ എന്ന് പറഞ്ഞാൽ നമ്മൾ 140 കോടി ജനസംഖ്യയിൽ 4 ലക്ഷം പേര് മാത്രമേ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുള്ളൂ. 170 വർഷം മുമ്പ് സ്കോട്ട്ലാൻഡിലാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന ഒരു പഠനശാഖ രൂപം കൊള്ളുന്നത്. ഇന്ന് ഇന്ത്യയിൽ 2ാമതാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ എണ്ണം. ഏറ്റവും കൂടുതൽ US-ലാണ്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പി മോഹനിലൂടെ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന പഠന ശാഖ എങ്ങനെയാണ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എങ്ങനെ രൂപം കൊള്ളുന്നു, അതിനൊക്കെ ഏതൊക്കെ കടമ്പകൾ കടക്കണം, ഇനി ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ പ്രവർത്തന മേഖലകൾ ഏതെല്ലാം. ഒരു കണക്കിൻ്റെ ലോകത്തേക്കാണ് നമ്മൾ ആദ്യം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരിക കണക്കിൻ്റെ ഒരു ലോകമാണ്. നമ്മൾ പണ്ട് കാലത്ത് ഒരു കണക്കപ്പിള്ള എന്നൊരു റോളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കണക്കപ്പിള്ളയ്ക്ക് സിനിമയിലൊക്കെ ഒരു രൂപവും നമ്മൾ ഒരു കറുത്ത കണ്ണടയൊക്കെ വെച്ച് കണക്കെഴുതുന്ന ഒരു കണക്കപ്പിള്ളയിൽ നിന്ന് ഇന്ന് ലോകം മുഴുവൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന പ്രൊഫഷണൽ പദവിയിലേക്ക് 170 വർഷത്തെ പാരമ്പര്യം ഇതുണ്ടെങ്കിലും ഇന്ത്യയിൽ എത്ര കാലമായി, കേരളത്തിൽ എത്ര കാലമായി, ഇന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരുടെ പ്രവർത്തന മേഖലകൾ എന്തെല്ലാം, പുതിയ തലമുറയെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മേഖലകളിലേക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്നത് BCom-നും MBA-ക്കൊക്കെയാണ്. പണ്ട് നമുക്കറിയാം BEdകാരെ തടഞ്ഞിട്ട് നമുക്ക് നടക്കാൻ പറ്റുമായിരുന്നില്ല ഒരു കാലത്ത്. പിന്നെ അത് MBBSകാരായി, BDSകാരായി. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒരു മേഖലയായി CA അഥവാ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മേഖല വളർന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പഠന ശൃംഖലകൾ, അതിൻ്റെ പ്രവർത്തന മേഖലകൾ പി മോഹൻ എന്ന മോഹൻ അസോസിയേറ്റിൻ്റെ ഫൗണ്ടറുടെ 40 വർഷത്തെ ജീവിത പശ്ചാത്തലം, ഇതിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കാം. നമുക്ക് സക്സസ് സ്റ്റോറിയിൽ വരുന്ന എല്ലാം വ്യത്യസ്തരായ മനുഷ്യരാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, IASകാർ, IPSകാർ തുടങ്ങി രാഷ്ട്രീയ നേതാക്കൾ, സിനിമാ താരങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കടന്നു വരുന്ന ഒരു പഠന മേഖല തന്നെയാണ് സക്സസ് സ്റ്റോറി. ഒരു വിജ്ഞാന കോശമാണ്. ഓരോ സക്സസ് സ്റ്റോറിയും കടന്നു പോകുമ്പോഴും മനുഷ്യർക്ക് പുതിയ അറിവുകൾ ഞങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു എപ്പിസോഡാണ്. 100ാം എപ്പിസോഡിലേക്ക് സക്സസ് സ്റ്റോറി കടക്കുന്ന കാലഘട്ടം കൂടിയാണിത്. ഒക്ടോബർ 2-ന് സക്സസ് സ്റ്റോറിയുടെ 100ാം എപ്പിസോഡിൻ്റെ വലിയ ആഘോഷം കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടക്കുകയുമാണ്. എന്തായാലും അവസാനത്തെ 90 കഴിഞ്ഞ് 100ലേക്ക് എത്തുന്ന ആ 10 പേരിലൊരാളാണ് പി മോഹൻ. അതുകൊണ്ട് മോഹനെയും ഒപ്പം പ്രേക്ഷകരെയും സക്സസ് സ്റ്റോറിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മോഹൻജി, ഹൃദ്യമായ സ്വാഗതം സക്സസ് സ്റ്റോറിയിലേക്ക്. ഞങ്ങളുടെ സക്സസ് സ്റ്റോറിയുടെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഓരോ മേഖലകളിലും അവരിലെ ഒരറിവ് വർദ്ധിപ്പിക്കുക. അപ്പം നമുക്ക് പുതിയ തലമുറക്ക് ഓരോരോ കാര്യങ്ങൾ അറിഞ്ഞ് ഓരോ മനുഷ്യരെ പഠിക്കുക. അപ്പം നിങ്ങൾ 4 പതിറ്റാണ്ട് കാലം ഈ രംഗത്ത് നിന്ന ഒരാളാണ്. അപ്പം നിങ്ങളുടെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. അതുകൊണ്ട് തന്നെയാണ് താങ്കളിലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത്. എൻ്റെ ആദ്യ ചോദ്യം തന്നെ, എന്താണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അതിൻ്റെ നിർവചനം എന്താണ് എന്നുള്ളതാണ് എൻ്റെ ആദ്യ ചോദ്യം. ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന പ്രൊഫഷൻ വരുന്നത് ഇന്ത്യയിൽ 1949-ലാണ്. സ്വാതന്ത്ര്യം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് 1949. അത് പ്രകാരം മെമ്പർഷിപ്പ് ഉള്ളവർക്കൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നാണ് പറയപ്പെടുക. അപ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് മെമ്പർഷിപ്പ് വേണമെങ്കിൽ അതിന് പരീക്ഷകൾ പാസ്സാവണം. 2 പരീക്ഷകൾ പാസ്സാവണം. അതിനൊരു നിർബന്ധിത ട്രെയിനിങ്ങും ഉണ്ട്. ആർട്ടിക്കിൾഷിപ്പ് എന്ന് അതിന് പറയാം. അപ്പോൾ അങ്ങനെ ഇപ്പം കഴിഞ്ഞ വർഷം വരെ അത് 3 വർഷത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആയിരുന്നു. അതൊരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ കീഴിൽ തന്നെ ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയും, അത് ട്രെയിനിങ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ 2 പരീക്ഷകളുണ്ടായിരുന്നു, ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷനും ഫൈനൽ എക്സാമിനേഷനും. അതിൻ്റെ എക്സാമിനേഷൻ്റെ പേര് അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ട്. പക്ഷേ ഇപ്പോഴും ഇൻ്റർമീഡിയറ്റും ഫൈനലാണ് 2 പരീക്ഷകൾ.
അപ്പം എല്ലാവർക്കും അറിയുന്ന മാതിരി തന്നെ ഈ പരീക്ഷകൾ വളരെ ബുദ്ധിമുട്ടുള്ള പരീക്ഷകളായിരുന്നു. ഇപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് കൂടുതൽ നല്ല കുട്ടികൾ ചേർന്നുകൊണ്ടായിരിക്കാം കുറച്ച് പാസ് പെർസെൻറ്റേജ് CA എക്സാമിനേഷൻസിന് കുറച്ച് കൂടുതൽ. എത്ര പെർസെൻറ്റേജ് വരുന്നുണ്ട്? ഇപ്പം ഒരു ആവറേജ് എടുക്കുവാണെങ്കിൽ ഒരു 15 മുതൽ 20% ഇടയിൽ പാസ്സാവുന്നുണ്ട്. അത്രേ പാസ്സാവുന്നുണ്ട്. പക്ഷെ പണ്ട് ഒക്കെ ഒരു 3 മുതൽ 6% ചാർട്ടേഡ് അക്കൗണ്ടിന്റെ പരീക്ഷ എഴുതിയാൽ 20% പാസ്സാവുന്നുള്ളൂ. അതും ഫസ്റ്റ് 2 ഗ്രൂപ്പ് ഒന്നിച്ചിട്ട് എഴുതുവാണെങ്കിൽ അതിലും വളരെ കുറവാണ്. ആ 2 ഗ്രൂപ്പ്, ഇത് ഗ്രൂപ്പ് വൈസ് ആയിട്ട് പാസ്സാവുന്നവരാണ് ഒരു ആവറേജ് പറയുന്നത്. 2 ഗ്രൂപ്പ് ഒരുമിച്ചിട്ട് പാസ്സാവുന്നവർ ഫൈനലിന് ഒരുപക്ഷെ 10-ൽ കുറവായിരിക്കും, ഇന്റർമീഡിയറ്റിനും അതേമാതിരി 10-ൽ കുറവായിരിക്കും. അപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിലും ഈ 2 ഗ്രൂപ്പും ഒന്നിച്ച് പാസ്സാവുന്നവർ വളരെ റയർ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇന്നും. പക്ഷേ ഒരു പാസ്സാവുന്ന ടോട്ടൽ നമ്പർ ഈ പറയുകയാണെങ്കിൽ ഇപ്പം 15 to 20 ഇടയിലുണ്ട്. 20% മാത്രമേ ആളുകളെ ഈ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പാസ്സാവുന്നു. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസും മൈനസും. കാരണം അത്രയും ടഫാണ് സിലബസ്. കാരണം കുറെ യൂത്ത് ഇത് ആഗ്രഹിച്ചിട്ട് ചേർന്നിട്ട് അതിലൊരു 70% പാസ്സാവാതെ പോകുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഇപ്പം നമ്മൾ ഈ 40 വർഷത്തിൻ്റെ ഇടയിൽ എൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ കണ്ടമാനം CA കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു 15-ൽ താഴെ പേര് പാസ്സായിട്ടുള്ളൂ ഇതുവരെ ഈ 40 വർഷം. നിങ്ങളെ സ്ഥാപനത്തിൽ വന്നാൽ തന്നെ അവിടെ മുഴുവൻ ട്രെയിനീസ് ആയിട്ടുള്ള കുട്ടികളാണ്, CA സ്റ്റുഡൻസ് ഉണ്ടാവും. എല്ലാ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എപ്പോഴും ഒരു 10-20 പേര് CA പഠിക്കുന്ന കുട്ടികളുണ്ടാവും. ഈ CA പഠിക്കുന്നതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്, അതിന്റെ സിലബസ് എന്താണ്? അതാണ് ഒരു ചോദ്യം. ഇപ്പം ഒരാള് CA ചേരണമെങ്കിൽ പ്രൈമറി അദ്ദേഹത്തിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്? BCom ആണോ? അത് പറയാം. അത് ഇപ്പം ഇതുവരെ ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു ഗ്രാജുവേഷൻ കമ്പൾസറി ആയിരുന്നു. 50% മാർക്സ് BCom ആണെങ്കിൽ, മറ്റുള്ള സബ്ജക്ട്സ് ആണെങ്കിൽ സയൻസ് സബ്ജക്ട്സ് ഒക്കെയാണ് 60% മേലെ മാർക്സ് ഉള്ളവർക്ക് ഡയറക്റ്റ് എൻട്രി ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അത് മാറിയിട്ട് +2 കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു എക്സാം. +2 കഴിഞ്ഞാൽ ആ ഫൗണ്ടേഷൻ എക്സാം എഴുതാം. ഒന്നുകിൽ കോമേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലൊരു സബ്ജക്റ്റിലുള്ളവർക്ക് ഈ എക്സാമിനേഷൻ എഴുതിയാൽ ഈ ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ CA കോഴ്സിലേക്ക് ചേരാം. ഇപ്പോഴത്തെ സ്ഥിതിയാണ് പറയുന്നത്. CA കോഴ്സ് എന്ന് പറയുന്നത് അതിന് കൃത്യമായ സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ CA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യന്റെ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലാണ്. അപ്പോൾ പിന്നെ 4 സദേൺ ഇന്ത്യ റീജിയണൽ കൗൺസിൽ ഉണ്ട്, നമ്മൾക്ക് അതിലാണ് വരുന്നത്. പിന്നെ ഈസ്റ്റേൺ ഇന്ത്യ ഉണ്ട്, നോർത്തേൺ ഇന്ത്യ ഉണ്ട്, വെസ്റ്റേൺ ഇന്ത്യ ഉണ്ട്. അപ്പോൾ അങ്ങനെ 4 റീജിയണൽ കൗൺസിൽസ് ഉണ്ട്. ആ റീജിയണൽ കൗൺസിൽസിന്റെ കീഴിലായിരിക്കും അതാത് ഏരിയയിലെ സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്യാം. മെമ്പേഴ്സ് അതിന് കീഴിൽ സ്വതന്ത്രമായി രജിസ്റ്റർ ചെയ്യാം. സ്വതന്ത്രമായിട്ട് രജിസ്റ്റർ. എന്നിട്ട് ഇതിന്റെ പഠനം എങ്ങനെയാണ്? പഠനം എങ്ങനെയാണെന്ന് ഇതിൽ സെൽഫ് സ്റ്റഡിയാണ്. നമുക്കിപ്പം അവർ ക്യാമ്പസിൽ പോയി പഠിക്കലല്ല. അല്ല ക്യാമ്പസ് പോയി പഠിക്കലേ അല്ല. അതാണ് അതിന്റെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഒരു പ്രത്യേകത തന്നെ. അതാണ് ഒരു ക്യാമ്പസിൽ പോയി സിലബസ് അനുസരിച്ച് പഠിക്കലല്ല, സ്വന്തമായി അവൻ പ്രാപ്തനാകും. ആരാണ് പരിശീലനം? ഇപ്പം ഈ സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അയച്ചു കൊടുക്കും. ഈ ടെക്സ്റ്റ് ബുക്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ സ്റ്റുഡൻസിനും അയച്ചു കൊടുക്കും. ഈ ഫീസിൽ അത് കവേർഡ് ആണ്. പിന്നെ ഇതിനൊരു വലിയ പ്രത്യേകത, ഇത് വളരെ ചെറിയ ഫീസിലാണ് ഇത് കോഴ്സ് തന്നെ ചെയ്യുന്നത്. എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. പിന്നെ കുറേ സ്കോളർഷിപ്സ് ഒക്കെ ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത്. അപ്പോൾ ഇത് സെൽഫ് സ്റ്റഡി മോഡാണ് ഇത് ഉള്ളത്. സെൽഫ് സ്റ്റഡി മോഡിലാണ് ഇപ്പം. പക്ഷേ കുറേ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പ്രൈവറ്റ് കോച്ചിങ് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ പരിസ്ഥിതിയിലും കാണാം, ലക്ഷ്യ അങ്ങനെ തന്നെ പേരെടുത്ത് പറയുന്നില്ല, അങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പം അവരൊക്കെ പ്രൈവറ്റ് കോച്ചിങ് കൊടുക്കും. ഒരു സിവിൽ സർവീസിന് തുല്യമായ ഒരു പാറ്റേൺ. ഇപ്പൊ IAS എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരാൾ ഒരു IAS അക്കാഡമികൾ കുറെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ CA അക്കാഡമികളുണ്ട്. സെൽഫായിട്ട് വായിച്ച് പഠിക്കുക. പിന്നെ ഇതിന്റെ എക്സാമിനേഷൻ തന്നെ ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യാതെ ഈ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് പാസ്സാകാൻ വളരെ. ആരാണ് പ്രാക്ടീസ് കൊടുക്കുന്നത്? നമ്മൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് കീഴിൽ വേണം പ്രാക്ടീസ്. രജിസ്റ്റേർഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ട് കീഴിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പ്രാക്ടീസ് അനുസരിച്ച് 3 വർഷം കഴിഞ്ഞാൽ ഒരു കുട്ടീനെ എടുക്കാൻ പറ്റുള്ളൂ. 3 വർഷം ചുരുങ്ങിയ പ്രാക്ടീസ് ചെയ്താലേ ഒരു കുട്ടി എക്സാമിനേഷന് അവർ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രാക്ടീസ് 3 വർഷം പ്രാക്ടീസിലോ CAക്കാണ് ഒരു എലിജിബിലിറ്റി വരുന്നത്. എന്ന് പറഞ്ഞാൽ 3 വർഷം നിലവിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ ഒരു CAക്ക് മാത്രമേ ഒരു കുട്ടിയെ ശിഷ്യയായി സ്വീകരിക്കാൻ പറ്റൂ. അതിലും ഇങ്ങനെ ഒരു നമ്പർ ഓഫ് ഇയേഴ്സ് പ്രാക്ടീസ് അനുസരിച്ചിട്ടാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ മാക്സിമം ഒരു CA പ്രാക്ടീസിങ് മെമ്പർക്ക് എടുക്കാൻ പറ്റുന്നത് 10 സ്റ്റുഡൻസിനെയാണ്. 10 കുട്ടികളെയാണ് എടുക്കുക. ഇപ്പൊ +2 കഴിഞ്ഞ മക്കളെ എടുക്കാം. ഇപ്പം +2 കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ രീതി എങ്ങനെയാണ്? +2 കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ പാസ്സാവുക. എന്നിട്ട് പിന്നെ അവർ ഫൗണ്ടേഷൻ കോഴ്സിന്റെ സിലബസ് എങ്ങനെയാണ്? അത് വലിയ ബുദ്ധിമുട്ടുള്ള സിലബസ് അല്ല. ഒരു +2 അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ BComന്റെ അതേ സിലബസ് ആണ്. മാത്തമാറ്റിക്സ്, അക്കൗണ്ട്സ്, കൊമേഴ്ഷ്യൽ ലോസ്. +2 കഴിഞ്ഞാൽ അങ്ങനെ എളുപ്പമാണോ ആ സിലബസ് പാസ്സാകുന്നത്? അതിലൊരു ഈ പെർസെന്റേജ് പറയുകയാണെങ്കിൽ ഫൗണ്ടേഷനിൽ ഒരു 25 to 30% പാസ്സാവുന്നുണ്ട്.
അതിനാരെങ്കിലും പരിശീലനം കൊടുക്കുന്ന കേന്ദ്രങ്ങൾ അത് ഉണ്ട്. അത് നമ്മളിപ്പോൾ കണ്ണൂർ ബ്രാഞ്ച് നമ്മളെ ബ്രാഞ്ചിനുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബ്രാഞ്ച് തന്നെ ഇത് കോച്ചിങ് കൊടുക്കും. കണ്ണൂരിലെ ബ്രാഞ്ചിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസ്? 70 മെമ്പേഴ്സോളം. 70 മെമ്പേഴ്സ് ജില്ലയിൽ മൊത്തം ഉള്ളൂ. കണ്ണൂർ ജില്ലയിൽ മൊത്തം 70 പേരേ ഉള്ളൂ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രാക്ടീസ് ചെയ്യുന്നത്. 70 പേരേ ഉള്ളൂ. 70 പേരേ ഉള്ളൂ. അതിൽ തന്നെ ഒരു ഫേമിൽ തന്നെ 2-3 ഇപ്പൊ എന്റെ ഓഫീസിൽ തന്നെ 3 CA പ്രാക്ടീസിങ് മെമ്പേഴ്സ് ഉണ്ട്. എനിക്ക് പുറമെ 2 പേര് ജൂനിയേഴ്സ് ഉണ്ട്. അപ്പൊ അതേമാതിരി ഫേംസ് ആയിട്ട് കണക്ക് കൂട്ടുവാണെങ്കിൽ 35 ഫേംസേ ഉണ്ടാവുള്ളൂ. 70 പേരാണുള്ളത്. പ്രാക്ടീസ് ചെയ്യുന്ന ഒരു 60 മുതൽ ജില്ലാ ചാർട്ടറിന്റെ പരിധി എവിടെ വരെയാണ്? കണ്ണൂർ മാത്രമാണോ? കണ്ണൂർ ഇവിടുന്ന് മാഹി മുതൽ കണ്ണൂർ തളിപ്പറം വരെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് കാസർഗോഡ് വരെ ഉണ്ട്. കാസർഗോഡിൽ കുറച്ച് പേര് മംഗലാപുരത്ത് എൻറോൾ ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ചാപ്റ്റർ ഇല്ല. ഇല്ല ഇപ്പൊ തുടങ്ങിയിട്ടില്ല. ബ്രാഞ്ച് തുടങ്ങിയിട്ടില്ല. കണ്ണൂർ ഈ ബ്രാഞ്ച് ഒരു ചാപ്റ്റർ കണ്ണൂരിൽ ഒരു ചാപ്റ്റർ വരുന്നതിന്റെ മാനദണ്ഡം എന്താണ്? ക്ലബ്ബുകൾ രൂപീകരിക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒഫീഷ്യൽ ഗസറ്റിൽ പറഞ്ഞിട്ട് ഒരു ബ്രാഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ അവിടുത്തെ നമ്പർ ഓഫ് മെമ്പേഴ്സ് അപ്പൊ ഇപ്പൊ നമ്മൾ പ്രാക്ടീസിംഗ് മെമ്പേഴ്സ് ആണ് 10-70 പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ടോട്ടൽ മെമ്പർഷിപ്പ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ 300 മേലെ ഉണ്ടാവും. 300-400 പേര്. കാരണം അതിൽ ഈ പറഞ്ഞ മാതിരി കുറെ പേര് ഉദ്യോഗത്തിലാണ്, എംപ്ലോയ്മെന്റിന് പോകും. ഇൻഡസ്ട്രി എന്ന് പറയും നമ്മളെ പാർലൻസിൽ. മെമ്പേഴ്സ് ഇൻ പ്രാക്ടീസ്, മെമ്പേഴ്സ് ഇൻ ഇൻഡസ്ട്രി. ഈ ഇൻഡസ്ട്രിയിലാണ് കൂടുതൽ പേര്. ഇപ്പം ഗൾഫിൽ പോയിട്ടുണ്ടാവും, മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ടുണ്ടാവും, ഇന്ത്യയിൽ തന്നെ മറ്റുള്ള അന്യ സംസ്ഥാനങ്ങൾ വർക്ക് ചെയ്യുന്നവർ. പക്ഷെ അവരുടെ പെർമനന്റ് അഡ്രസ് കണ്ണൂരായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു മെമ്പർഷിപ്പ് സ്ട്രെങ്ത് അനുസരിച്ചിട്ട്, ആ ഡിസ്ട്രിക്റ്റിന് മെമ്പർഷിപ്പ് സ്ട്രെങ്ത് അനുസരിച്ചിട്ട് ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ചാപ്റ്റർ ഇതാവും. കണ്ണൂർ ചാപ്റ്ററിന് എത്ര വർഷം മുമ്പ് രൂപീകരിക്കപ്പെട്ടു? ഇപ്പൊ ഒരു 10 വർഷമായി. 10 വർഷമായിട്ടുള്ളൂ. അതിനു മുന്നേ കണ്ണൂരിൽ ഒരു നമ്മളായിട്ട് ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു, കണ്ണൂർ ചാർട്ടേഡ് അക്കൗണ്ട്സ് അസോസിയേഷൻ പറഞ്ഞിട്ട്. ഒരു 10-30 വർഷം. അത് എവിടെയാണ് അഫിലിയേറ്റ് ചെയ്തിരുന്നത്? കണ്ണൂർ നമ്മൾ അതൊരു ഇൻഡിപെൻഡന്റ് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് നമ്മളെ മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടെല്ലാം ചെയ്തതാണ്. അഫ്കോഴ്സ് അവിടെ നമ്മൾ സെമിനാറും കാര്യങ്ങളും നടത്തും. പക്ഷെ അതിനൊരു ഒഫീഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നില്ല. ഒഫീഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇപ്പൊ നമുക്കൊരു ലാൻഡും ബിൽഡിങ്ങുകളും ഇൻസ്റ്റിറ്റ്യൂട്ട് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് തന്നിട്ടുണ്ട്, ഗ്രാന്റ് തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തരണമെങ്കിൽ ബ്രാഞ്ച് സ്റ്റാറ്റസ് തന്നെ വരണം. ഈ ബ്രാഞ്ച് സ്റ്റാറ്റസിന് വേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ മെമ്പർഷിപ്പിന്റെ ഒരു സ്ട്രെങ്ത് മിനിമം ക്രൈറ്റീരിയ. എത്ര പേര് വേണം? അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ 300-350 മിനിമം വേണം. അതിപ്പോ കൂട്ടി പോവാണ്. രജിസ്ട്രേഷൻ, ഈ ചാപ്റ്റർ രജിസ്ട്രേഷന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? ബ്രാഞ്ച് ആയിട്ട് ഇപ്പൊ കുറെ മെമ്പേഴ്സ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ അവിടുത്തെ ഒരു ടീം ഉണ്ടാക്കി. ആ ടീം നമ്മളിപ്പോ സെൻട്രൽ സദേൺ റീജിയണൽ കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് മെമ്പേഴ്സ് ഉണ്ട്. കേരളത്തിൽ 2 കൗൺസിൽ മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അവരും ലൈസ് ചെയ്തിട്ട് അവർ ഹെൽപ്പ് ചെയ്ത് തരും. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസിഡർ ചെയ്യും ഈ മെമ്പർഷിപ്പ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ബോഡിയുടെ പേരെന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. അത് സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിലാണ്. അപ്പോൾ അടുത്തത് ഇതെങ്ങനെ രൂപീകൃതമാകുന്നു എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇങ്ങനെ 300 പേരായി നിങ്ങൾ ഈ പറയുന്ന കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യുന്നു, അംഗീകാരം കിട്ടുന്നു. അംഗീകാരം കിട്ടിയാൽ കണ്ണൂർ ചാപ്റ്ററിന്റെ പ്രധാന പണികൾ എന്തൊക്കെയാണ്? ഒരു ബ്രാഞ്ച് ആയിക്കഴിഞ്ഞാൽ അതൊരു കോസി ഗവൺമെന്റ് മോഡലാണ് പ്രവർത്തിക്കുന്നത്. സെമിയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ കീഴിലാണ്. അപ്പൊ സ്റ്റാഫ് എല്ലാം അവരെ കീഴിലാണ് വരുന്നത്. എത്ര ജീവനക്കാരുണ്ട്? ഇവിടെ 3 പേരുണ്ടാകുന്നത്. എവിടെയാണ് ആസ്ഥാനം? ആസ്ഥാനം നമ്മള് AKG ഹോസ്പിറ്റൽ, കണ്ണൂർ ഹൈവേ തന്നെയാണ്. AKG ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് 100 മീറ്റർ ലെഫ്റ്റ് സൈഡിൽ കാണാം. അതിന്റെ ബോഡിയുടെ സ്വഭാവം എങ്ങനെയാണ്? ചെയർമാൻ എങ്ങനെയൊക്കെയാണ്? അത് ഇപ്പൊ എല്ലാ വർഷവും ഒരു ചെയർമാൻ ഉണ്ടാവും, പിന്നെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി. താങ്കൾ അതിന്റെ ചെയർമാൻ ആയിരുന്നു? ഏത് കാലഘട്ടത്തിലാണ്? എനിക്ക് ഫസ്റ്റ് ഒരു 6 വർഷം മുമ്പെയാണ്. 6 വർഷം. ഇപ്പൊ ആരാണ് ചെയർമാൻ? ഇപ്പം ഇവിടെ തലശ്ശേരി തന്നെ ഒരു AJ മാത്യു എന്ന് പറഞ്ഞു. AJ മാത്യു. ഈ ചെയർമാന്റെ റോൾ എന്താണ് അതിനകത്ത്? ചെയർമാൻ ആണ് ഒരു പ്രിൻസിപ്പൽ ഓഫീസർ ഈ ബ്രാഞ്ചിന്റെ. അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഡൽഹി ആയിട്ടും ചെന്നൈ ആയിട്ടും ലൈസ് ചെയ്യുക. കുട്ടികളെ പരീക്ഷകൾ ഇപ്പൊ ഇവിടെ സെന്റേഴ്സ് ഉണ്ട് കണ്ണൂർ. എത്ര സെന്റേഴ്സ് ഉണ്ട്? ഇപ്പൊ കണ്ണൂർ സെന്റർ ഉള്ളത്. എപ്പോഴാണ് അതിന്റെ എക്സാമിനേഷൻ? മെയും നവംബറാണ്. രണ്ട് എക്സാമിനേഷൻ ഒരു വർഷത്തിലുണ്ടാവുക. എക്സാമിനേഷൻ രജിസ്ട്രേഷൻ സ്വഭാവം എങ്ങനെയാണ്? രജിസ്ട്രേഷൻ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ എല്ലാ സ്റ്റുഡൻസിനും അവർക്ക് അയച്ചു കൊടുക്കും. ഡേറ്റ്സ് എല്ലാവർക്കും അറിയാം. മെയും നവംബർ എത്രയോ കാലങ്ങളായിട്ട്. അറിയാത്ത പ്രേക്ഷകർ, ഇതിന്റെ പ്രധാന ഘടകം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണമെന്ന് മോഹിക്കുന്ന മനുഷ്യർക്ക് കൂടി അതിന്റെ സ്വഭാവം അറിയാം. അപ്പൊ അത് ആദ്യത്തെ ഈ പറഞ്ഞ മാതിരി ഫൗണ്ടേഷൻ എക്സാമിനേഷൻ എഴുതുക. അത് ന്യൂസ് പേപ്പേഴ്സിൽ. പിന്നെ ICAI.org എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും അതിൽ കിട്ടും. ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ വെബ്സൈറ്റ് ആണ് ICAI.org. അത് എപ്പോഴും ഡെയിലി അപ്ഡേഷൻ ഉണ്ടാവും അതിൽ. അപ്പൊ അത് നോക്കിയാൽ തന്നെ കാര്യങ്ങൾ കിട്ടും. പിന്നെ നമ്മൾ ഇത് അടുത്തുള്ള ബ്രാഞ്ച് പോയാൽ എല്ലാ ഡീറ്റെയിൽസും അവിടെ ഫുൾ ടൈം സ്റ്റാഫ്. ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടാണോ 3 വർഷത്തെ പരിശീലനം? അതെയോ പരിശീലനത്തിന് ശേഷം? രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ ഇന്റർമീഡിയറ്റ് പാസ്സായതിനു ശേഷം മാത്രമേ ആർട്ടിക്കൽഷിപ്പ് ട്രെയിനിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് 3 വർഷത്തിൽ നിന്ന് 2 വർഷമായി ചുരുക്കി ഇപ്പോൾ ട്രെയിനിങ്.
വലിയൊരു മാറ്റമാണത്. കുറേ കാലാകാലങ്ങളായിട്ട് 3 വർഷത്തെ കമ്പൾസറി ട്രെയിനിങ് ആയിരുന്നു. അത് 2 വർഷം അത് 2 വർഷം ആക്ച്വലി. കാരണം അത് സ്റ്റുഡൻസിനും അതൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം 3 ഇയേഴ്സ് കഴിഞ്ഞ് പിന്നെ ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് നവംബർ മെയ് പരീക്ഷ കഴിഞ്ഞാൽ അപ്പോൾ ഏകദേശം 4 വർഷമാവും. അത് കഴിഞ്ഞിട്ട് ഈ പരീക്ഷ പാസ്സാവാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ആയിരുന്നു യങ് ജനറേഷന്. അപ്പോൾ അതെല്ലാം കണക്കാക്കിയിട്ടാണ് മെമ്പേഴ്സും സെൻട്രൽ ഗവൺമെൻറ്റിലും തീരുമാനമെടുത്തത് ഫസ്റ്റ് ലെവൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് മതി ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന്. അപ്പോൾ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് എന്തായാലും ജോലി ഉറപ്പാണ്. അപ്പോൾ ഫസ്റ്റ് ഫൗണ്ടേഷൻ കഴിഞ്ഞ് പ്രൈവറ്റ് ആയിട്ട് വേണമെങ്കിൽ ബികോമിനോ റെഗുലർ ക്ലാസ് ആയിട്ടോ പ്രൈവറ്റ് ആയിട്ടോ ബികോമിന് ചേരാം. എന്നിട്ട് CA ഇന്റർമീഡിയറ്റ് പരീക്ഷ എഴുതുക, രജിസ്റ്റർ ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാരലായിട്ട് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് CA ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാലാണ് പിന്നെ അയാൾക്ക് ഫുൾ ടൈം ട്രെയിനിങ്ങിന് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരു വലിയൊരു മാറ്റമാണ്. കാരണം ഈ ഒരു മാറ്റത്തിൽ കുട്ടികൾ ഓൾറെഡി ഷുവറാണ് അവർ പാസ്സാവുന്നുള്ളത്. കാരണം ഫസ്റ്റ് ലെവൽ കടമ്പോൾ ഇന്റർമീഡിയറ്റ് പാസ്സായല്ലോ, ഫൗണ്ടേഷനും കഴിഞ്ഞ് ഇന്റർമീഡിയറ്റും പാസ്സായിട്ടാണ് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിൽ വരുന്നത്. അപ്പോഴത്തേക്ക് പലവരും ബികോമും സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ആയിട്ടും ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു ഗ്രാജുവേഷനും ഷുവറായി. ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ, ഈ 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഫൈനൽ എഴുതിയാൽ മതി, നടുക്കൊരു പരീക്ഷയില്ല. അപ്പോൾ ഈ 3 ഇയർ കൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോൾ ഈ 2 ഇയേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. അവർ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞിട്ടാണ് ഈ CA പ്രാക്ടിക്കൽ ട്രെയിനിങ് ചേർന്നുള്ളൂ. അപ്പോൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ കുറച്ചും കൂടിയും ഇവർ ഫോക്കസ്ഡ് ആയിട്ട് വരുന്ന കുട്ടികളായിരിക്കും ട്രെയിനിങ് വരുന്നത്. കാരണം ഇന്റർമീഡിയറ്റ് പാസ്സായിട്ട് വരുന്നല്ലോ. അപ്പോൾ സെമി ക്വാളിഫൈഡ് ആയി, നമ്മളെ പാരൻസ് പറഞ്ഞ സെമി ക്വാളിഫൈഡ്, ഫുള്ളി ക്വാളിഫൈഡും സെമി ക്വാളിഫൈഡ്. ഇപ്പോൾ കൂടുതലും പെൺകുട്ടികളാണല്ലോ ഈ രംഗത്തേക്ക് വരുന്നത്. അതിപ്പോൾ എവിടെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും കാണുന്നത് പെൺകുട്ടികളുടെ വലിയ. അതെ. ഇത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെൺകുട്ടികൾക്ക് പറ്റിയൊരു കോഴ്സാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് എംപ്ലോയ്മെന്റിന് പോവുകയാണെങ്കിൽ ഇപ്പോൾ എംപ്ലോയ്മെന്റ് 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം ചാർട്ടേഡ് അക്കൗണ്ടൻസി ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ. അപ്പോൾ പാസ്സായാൽ ആരും അൺഎംപ്ലോയിഡ് ആയിട്ടില്ല. 100% ജോലി സാധ്യതയുണ്ട്. ജോലി സാധ്യതയ്ക്ക് യാതൊരു കുറച്ചുപേർ അണ്ടർ എംപ്ലോയിഡ് ആയിരിക്കാം, പക്ഷേ 100% എംപ്ലോയ്മെന്റ് ആണ്. കാരണം ഏതൊരു കമ്പനി ഇൻഡസ്ട്രിയും ഒരു ഫുള്ളി ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടിനെ എടുക്കും. കാരണം അവർക്കിപ്പോൾ അത്രയും കംപ്ലയൻസസ് ഉണ്ട്. അതിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതെന്താ ജോലിൻ്റെ നേച്ചർ എന്താണെന്ന് പറഞ്ഞത്. അപ്പം ഈ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം 100% എംപ്ലോയ്മെന്റ് സാധ്യതയുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ അതും ഓഫീസർ ലെവലിൽ തന്നെയാണ് പോവുക. ഇപ്പോൾ ബാങ്ക്സിലും ഇൻഷുറൻസിലും മറ്റുള്ള സെക്ടേഴ്സിലൊക്കെ എല്ലാ കൊല്ലവും ഇതിന് വേക്കൻസീസ് ഉണ്ടാവും. ജോലി സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എക്സിക്യൂട്ടീവ് ലെവലിലേക്കാണ് നേരെ 3 വർഷം കൊണ്ട് പോവുകയും ചെയ്യും. +2 കഴിഞ്ഞാൽ 3 ഇയർ കൊണ്ട് ഒരു CA പാസ്സായാൽ ആ ലെവലിലേക്ക് എക്സിക്യൂട്ടീവ് ഇപ്പം ബാങ്ക്സിലൊക്കെയാണ് ഗ്രേഡ് 3 ഓഫീസറും ഗ്രേഡ് 2 ഓഫീസറായിട്ടാണ് നേരിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്. LICയിലാണ് ഇൻഷുറൻസ് കമ്പനിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്, ഓഫീസേഴ്സ് ലെവലിലാണ് എടുക്കുന്നത്. കോർപ്പറേറ്റ് ലെവലിലും അങ്ങനെ തന്നെ ഓഫീസേഴ്സ് അക്കൗണ്ട്സ് ഓഫീസർ അസിസ്റ്റന്റ് മാനേജർ ലെവലിലാണ് സ്ട്രേറ്റ് വേ വരുന്നത്. 10-23-24 വർഷം കൊണ്ട് ഇപ്പോൾ ആവാം. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത 100% ഉള്ള ഏക മേഖല CA ആണ്. ഇപ്പോൾ നമ്മൾ കാരിയർ അതും വെറും 3 വർഷം കൊണ്ട് ആവും, നല്ലോണം പഠിച്ചാലാവും. ഷുവറായിട്ടാവും. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ പോയിട്ട് കാരിയർ ഇതുണ്ട്, ക്യാമ്പസ് പ്ലേസ്മെന്റ് എനിക്കൊന്ന് ചുരുക്കം ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അവർ ഫീസ് വാങ്ങിച്ചിട്ടാണ് കമ്പനികളെ ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കമ്പനീസിന് അങ്ങോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഫീസ് അടക്കണം, എന്നിട്ട് വേണം അവർക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലേക്ക് വരാൻ. അത് മാത്രമല്ല ഒരു 8 lakhs to 10 lakhs ഗ്രോസ് റെമ്യൂണറേഷൻ ഇല്ലാണ്ട് ക്യാമ്പസ് പ്ലേസ്മെന്റിൽ പോകാൻ പറ്റില്ല കമ്പനികൾക്ക്. അപ്പോൾ മിനിമം സാലറിയും ആനുവൽ പ്ലേസ്മെന്റ് 10 lakhs നിർബന്ധമായിട്ടുണ്ടാവും. അപ്പോൾ ആ ലെവലിൽ ആൾക്കാർ ക്യാമ്പസ് പ്ലേസ്മെന്റിൽ പോകുന്നില്ല ഫസ്റ്റ്. അപ്പം പിന്നെ ഒരു 6 to 7 lakhs ആയിരിക്കും ഏറ്റവും കുറഞ്ഞത്. അതിൽ ആനുവൽ സാലറിയാണ് ഏറ്റവും കുറഞ്ഞത്. അപ്പൊ അതിൽ ഒരു ആവറേജ് എടുക്കുവാണെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് സാലറി എന്തായാലും 10 to 12 lakhs ഉണ്ടാവും ആവറേജ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റീസിലൊരു ഫസ്റ്റ് ബിഗിനർക്ക് കിട്ടുന്ന ഒരു പ്ലേസ്മെന്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പെൺകുട്ടികൾക്കെല്ലാം ഇതൊരു നല്ല. പിന്നെ അവർക്ക് വേറൊരു അട്രാക്ഷൻ എന്താ പറഞ്ഞാൽ അവർക്കൊരു ബ്രേക്ക് എടുക്കാം. ഇപ്പോൾ MBBS മാതിരി ഡോക്ടേഴ്സിന് മാതിരി തന്നെ. അപ്പോൾ ഒരു മാരേജ് എല്ലാം കഴിഞ്ഞു ഒരു 2 years ഒരു ബ്രേക്ക് വേണം കുട്ടികളെല്ലാം വന്നു കഴിഞ്ഞാൽ. ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് പിന്നെയും ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാക്ടീസിങ് മെമ്പർ എപ്പോഴും എടുത്തോളും. ഈസിയാണ്. അവർക്കൊരു 1 year വീണ്ടും ഒരു പ്രാക്ടീസിങ് മെമ്പർ എടുത്തൊരു ജോലി ചെയ്യുക 2-3. അപ്പോൾ കുറച്ച് അഫ്കോഴ്സ് കുറച്ച് സാലറി കുറച്ച് കുറവായിരിക്കും പ്രാക്ടീസിങ് മെമ്പേഴ്സ്, പക്ഷേ അവർക്ക് എക്സ്പോഷർ വീണ്ടും എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇൻഡസ്ട്രിയിലേക്ക് തന്നെ പോവാം. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ആണ് കാണുന്നത്. ഈ 40 വർഷം കൊണ്ട് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, നിങ്ങളുടെ ഫേമിൽ നിന്ന്, P. മോഹൻ അസോസിയേറ്റ്സിൽ നിന്ന് എത്ര കുട്ടികൾ പരിശീലനം നേടിയിട്ടുണ്ടോ? പരിശീലനം കിട്ടിയവരെത്ര, പാസ്സായവരെത്ര? ഒരു ഏകദേശം പരിശീലനം കിട്ടിയവർ ഇപ്പം 40 വർഷത്തിനിടയിൽ ഒരു ആവറേജ് ഒരു 10 പേരെ എടുത്താൽ, 20 പേരും ഉണ്ട്, തുടക്കത്തിൽ കുറവായിരുന്നു. അപ്പോൾ ഒരു 400-500 പേരെങ്കിലും CAക്ക് എൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുണ്ടാവും. നമ്മളെ ഓഫീസിൽ 500 പേര്.
അത് ഒരു വർഷം 50 പോരല്ലോ, 500 പോരല്ലോ. ശരി. അല്ല, ഞാൻ ആവറേജ് എടുത്തത്. തുടക്കത്തിൽ എൻ്റെ എൻടൈറ്റിൽമെന്റ് കുറവായിരുന്നല്ലോ ഇനീഷ്യലി, 3, 5, 10 ഒക്കെ. ഇപ്പോൾ 20 വരെ എടുക്കാം, കാരണം നമ്മൾ 3 സ്റ്റാർട്ടഡ് അക്കൗണ്ട്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ട് കീഴിൽ എത്ര പേർക്ക് പരിശീലനം? മാക്സിമം 10. ഞാൻ പറഞ്ഞു 10 വർഷത്തിന് മേലെ പ്രാക്ടീസിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് 10 സ്റ്റുഡൻസിനെ എടുക്കാം. അപ്പം 3 വർഷം എക്സ്പീരിയൻസ് പ്രാക്ടീസിലവർക്ക് ഒരാളെടുക്കാം. അങ്ങനെ ഗ്രേഡിംഗ് സിസ്റ്റമാണ്. അപ്പം 3 മുതൽ 10, മാക്സിമം 10, ഏറ്റവും മിനിമം 1. അപ്പം അങ്ങനെ എൻ്റെ ഓഫീസിൽ ഇപ്പം 3 പ്രാക്ടീസിങ് ജൂനിയർ പാർട്ട്നേഴ്സും ഞാനടക്കം 3 പേരുള്ളത്. അപ്പം നമുക്കൊരു ഏകദേശം ഒരു 10-25 പേര് വരെ എടുക്കാം ഇപ്പോൾ. അപ്പോൾ 25 പേര് എപ്പോഴും ഫുൾ ആയിരിക്കും. അത് നമ്മൾ ഓഫീസിൽ കുറച്ച് ഒരു ക്യാമ്പസ് പോലെയാണ് താങ്കളുടെ ഓഫീസ്, കാരണം പ്രസ് ക്ലബിന്റെ അടുത്താണ് നമ്മൾ കാണാറുള്ളത്. പക്ഷെ അവർക്ക് എന്താ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റുഡൻസിന് ഇവർക്ക് ഒരു സ്റ്റൈപ്പൻഡ് ഉണ്ട്, ഒരു മിനിമം സ്റ്റൈപ്പൻഡ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റൈപ്പൻഡോടെയാണ് ഇവർ പഠിക്കുന്നത്. അപ്പോൾ അത് ഒരു 2500 മുതൽ 7500 വരെ പോകും, സ്റ്റൈപ്പൻഡ് പോകും. അപ്പോൾ സ്റ്റൈപ്പൻഡോടെ സ്വന്തം നാട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാം. ഫീസും ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അടക്കേണ്ടത് വളരെ ചെറിയൊരു ഫീസാണ്. അപ്പോൾ ആ ഫീസോടെ പിന്നെ പലർക്കും ഈ ഒരു സ്കോളർഷിപ്പിന്റെ ഫെസിലിറ്റി ഉണ്ട്. എക്കണോമിക്കലി അത് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ കൊടുക്കുന്ന കുറേ രീതിയിലുള്ള സ്കോളർഷിപ്പ്, കുറേ എൻഡോമെന്റ്സ് ആണ്, CA തന്നെ എൻഡോമെന്റ്സ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 70% സ്റ്റുഡൻസിന് ഈ സ്കോളർഷിപ്പ് കിട്ടാറുണ്ട്. അപ്പോൾ അവർക്ക് തീരെ ചെലവ് കുറഞ്ഞ ഒരു കോഴ്സും പിന്നെ സ്റ്റൈപ്പൻഡോടെ പഠിക്കാം. പക്ഷെ ആകെ ഒരു ബുദ്ധിമുട്ട്, വളരെ ഹാർഡ് വർക്ക് ചെയ്യണം ഈ പീരീഡ്. കാരണം ഓഫീസിലെ ട്രെയിനിങ്ങും ഉണ്ട്, വീട്ടിൽ പോയിട്ട് ഇത് പഠിക്കുകയും വേണം, പരീക്ഷയും പാസ്സാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ 3 വർഷം മെനക്കെടാൻ തയ്യാറായിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും പാസ്സാവുന്നുണ്ട്, ഇപ്പോഴും പാസ്സാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു കോഴ്സും സ്റ്റൈപ്പൻഡോടെ പഠിക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള നല്ല സാലറിയോടെ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഇന്നും. ഇനി എൻ്റെ ഒരു ചോദ്യം, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ പ്രധാന പണികൾ എന്തൊക്കെയാണ് ഒരു CA? ഓക്കെ, അത് സിറ്റി അനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസങ്ങളുണ്ടോ. അപ്പൊ നമ്മൾ ഈ ടൗൺ ഏരിയയിലാണെങ്കിൽ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളെ പണി ഈ ഒന്ന് കംപ്ലയൻസസ് നോക്കുക. ഒരു ബിസിനസ് ആണ്, പല രീതിയിലെ കംപ്ലയൻസസ് ഉണ്ട്. അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ടാക്സ് ലോസുമായിട്ട് കംപ്ലയൻസസ് ചെയ്യണം. ഇപ്പോൾ മന്ത്ലി റിട്ടേൺസ്, GST ആണെങ്കിൽ മന്ത്ലി റിട്ടേൺസ് ഫയൽ ചെയ്യണം, ആദായനികുതി ആണെങ്കിൽ ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്യണം. പിന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലയൻസ് ശരിക്കും നമ്മൾ ചെയ്തു കൊടുക്കുക ചെയ്യുന്ന അവർക്ക് വേണ്ടിയിട്ട്. അവരെ അക്കൗണ്ടന്റ്മാർ, അവർക്ക് ഓരോ ബിസിനസ്സുകാരനും അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു, നിങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞത് കണക്കപ്പുള്ളകളുണ്ടാവും, അക്കൗണ്ടന്റ്മാരുണ്ടാവും, ചിലർക്ക് ഫുൾ ടൈം ഉണ്ടാവും, ചിലർക്ക് പാർട്ട് ടൈം ഉണ്ടാവും. അവർ നമ്മളെപ്പോലത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫേമിന്, കാരണം നമുക്ക് ഇതിൽ പ്രൊഫഷണൽസ് ആയതുകൊണ്ട് അവരെ മാസ റിട്ടേൺ, GST റിട്ടേൺസ് ഫയൽ ചെയ്യുക. അത് നിങ്ങളുടെ പണിയാണ്. ഇപ്പോൾ എത്ര ഫേമിൻ്റെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അസോസിയേറ്റ്സ്? നമ്മൾ ഓഫീസ്, അത് ഒരു കോൺഫിഡൻഷ്യൽ മാറ്റർ ആണ്. പക്ഷെ എന്നാലും ലാർജ് നമ്പർ ഓഫ് കേസ് ഉണ്ട്. നമ്മളൊരു വർഷത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺസ് ആണെങ്കിൽ കണ്ടമാനം ഫയൽ. എത്ര CR വരെ നിങ്ങളുടെ ഓഫീസ് വഴി പോകുന്നുണ്ടോ ഒരു ഇയറിൽ? ടാക്സസ് എന്തായാലും ഒരു മന്ത്ലി ഒരു 300 crores മേലെ കോടി ഒരു മാസത്തിൽ നിങ്ങളുടെ GSTയും ഇൻകം ടാക്സ്. ഇപ്പൊ എത്ര ടാക്സുകൾ ഉണ്ട്? ഈ GST വന്നപ്പോ എല്ലാം വന്നു എന്ന് പറയുന്നത്. നമ്മളിപ്പം GSTന്റെ ഒരു 2 റിട്ടേൺസ് മന്ത്ലി ഉണ്ട്. പിന്നെ ഇൻകം ടാക്സ് ആനുവലി റിട്ടേൺ, അതിന് പുറമെ TDS റിട്ടേൺസ്, 4 ക്വാർട്ടർലി TDS റിട്ടേൺ. അപ്പൊ എത്ര തരം ടാക്സുകൾ ഇപ്പൊ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? അപ്പൊ നമ്മൾ മെയിൻലി GST, ഇൻകം ടാക്സ്, TDS, പിന്നെ കമ്പനി ലോൺ റിട്ടേൺസ്, അതുണ്ട് ROC റിട്ടേൺസ്. അപ്പൊ 4 നിങ്ങൾ അതെ. ഈ കമ്പനി ലോ തന്നെ മന്ത്ലി ഫയൽ ചെയ്യേണ്ട റിട്ടേൺസ് ഉണ്ടാവും, ഹാഫ് ഇയർലി ഫയൽ. 100 കോടി രൂപ ഒരു വർഷം സർക്കാരിലേക്ക് നിങ്ങൾ ഈസിലി 100 കോടിയൊന്നും പോരാ. ജസ്റ്റ് ആ ടാക്സിന് എമൗണ്ട് നമ്മൾ നോക്കാറില്ല. പക്ഷെ 100 കോടിയൊന്നും പോരാ, അതിലും മേലെയാണ് വരിക. കാരണം നമ്മളിപ്പം ആദായനികുതി അടക്കുന്നത് തന്നെ 50 ലക്ഷത്തിന്റെ മേലെ ഇൻകം ഉള്ളവരാണ് നമ്മൾ ഓഫീസിൽ നിന്ന് ശമ്പളക്കാരെ അടക്കാണ് ഞാൻ പറഞ്ഞത്. ഒരു 10-200 പേരെ ഫയൽ ചെയ്യുന്നുണ്ട്. 50 ലക്ഷത്തിന് മേലെ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അപ്പം 50 ലക്ഷത്തിന് മേലെ നിങ്ങൾക്ക് അറിയാലോ 30% ടാക്സ് കൊടുക്കും, അതുണ്ട്. പിന്നെ GST വേറെ, ഇപ്പോൾ ടേൺ ഓവറിനനുസരിച്ചിട്ട് 10 മുതൽ 18% വരെ ഉണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു നേഷന്റെ അറിയപ്പെടാത്ത ഒരു ഫെസിലിറ്റേറ്റർ ആണ് റവന്യൂ എന്ന് പറഞ്ഞാൽ. രാജ്യം നിലനിൽക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നത്. P. മോഹൻ എന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് എങ്ങനെ രൂപപ്പെട്ടു എന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രീ P. മോഹനൻ, താങ്കൾ എവിടെയാണ് ശരിക്കും ജനിച്ചത്? ഞാൻ ജനിച്ചത് മാഹിയിലാണ്. അപ്പം ഞാനത് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം കൂടിയും പറയാം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത് കംപ്ലയൻസ് ആയിരുന്നു. കംപ്ലയൻസ് ആണ് നമ്മളൊരു മേജർ വർക്ക്. അതിന് പുറമെ ഒരു 2 മേഖലകൾ കൂടിയുണ്ട്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചാർട്ടേഡ് അക്കൗണ്ട് മാർക്ക് കൊടുത്ത ഒരു പ്രിവിലേജ് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അത് ഇപ്പോൾ ആദായനികുതിയിൽ 1 കോടിയുടെ മേലെ വിറ്റുവരവില് ഏതൊരു കച്ചവടക്കാരനും സർവീസസ് മേഖലയാണെങ്കിൽ 50 ലക്ഷത്തിന് മേലെ സർവീസസ്, ഇപ്പോൾ ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ്, അവർക്കൊക്കെ 50 ലക്ഷത്തിന് മേലെ ഒരു വാർഷിക
വിറ്റുവരവുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ടും ഗവൺമെന്റിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഡോക്ടേഴ്സും ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ആ ഒരു രണ്ടാമത്തെ മേഖല കംപ്ലയൻസിന് പുറമെ ഓഡിറ്റിംഗും കൂടിയും ചെയ്യുന്നതാണ്. അതേമാതിരി കമ്പനീസിനും കോർപ്പറേറ്റ്സിനും നിർബന്ധമായിട്ടും ഓഡിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു മേഖലയും കൂടിയും ആണ് പ്രധാനപ്പെട്ടത്. പിന്നെ തേർഡ് മേഖലയുള്ളത് ലിറ്റിഗേഷൻ റെസൊല്യൂഷൻ. ലിറ്റിഗേഷൻ റെസൊല്യൂഷൻ പറഞ്ഞാൽ ഇപ്പം ഒരു ഇൻകം ടാക്സിൽ ഒരു തർക്കമാവുക, അപ്പോൾ അതിൻ്റെ അപ്പീൽ പോവുക, നമുക്ക് ട്രിബ്യൂണൽ വരെ ഇൻകം ടാക്സ് ചാർട്ടേഡ് അക്കൗണ്ട്സിന് അപ്പിയർ ചെയ്യാം. അപ്പോൾ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ കമ്മീഷണർ അപ്പീൽസ് ലെവലിലും സെക്കൻഡ് IT ലെവൽ എന്ന് പറയാം, ടാക്സ് ട്രിബ്യൂണൽ ലെവലിലും. അപ്പോൾ ഈ 3 മേഖലകളിലെ കംപ്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ് റിട്ടേൺസ് ഫയൽ ചെയ്യുക, രണ്ടാമത്തത് ഓഡിറ്റിംഗ് നിർബന്ധമായിട്ട് വരുന്നവർക്ക് ഓഡിറ്റ് ചെയ്ത് കൊടുക്കുക, മൂന്നാമത് ഈ ലിറ്റിഗേഷൻ റെസൊല്യൂഷൻ ട്രൈബ്യൂണൽ വരെയുള്ള. അപ്പോൾ ഇതാണ് 3 മേഖല. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരാം. 4, 3, 7 മേഖലകളിലൂടെ സഞ്ചരിക്കണം. യെസ്. ജനനം മാഹി. മാതാപിതാക്കൾ എൻ്റെ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? ഗോപാലകൃഷ്ണൻ നായർ. അപ്പം ഞാൻ പഠിച്ചത് അച്ഛൻ എയർഫോഴ്സിലായതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ആയിരുന്നു ഫാദർ ഉണ്ടായിരുന്നത്. നോർത്തിൽ ഡൽഹിയിൽ, കാൺപൂരിൽ, ചെന്നൈയിൽ. അപ്പോൾ 11th വരെ ഞാനും അച്ഛൻ്റെ കൂടെ തന്നെ. അമ്മേന്റെ പേര് വിജയലക്ഷ്മി. എവിടെയാണ് പഠനം? പ്രാഥമിക പഠനം പല സ്ഥലങ്ങളിലും. കോളേജ് വിദ്യാഭ്യാസം കണ്ണൂർ SM കോളേജിലാണ്. ബികോം കഴിഞ്ഞ ഉടൻ തന്നെ നാട്ടിലേക്ക് മാഹിയില് എന്റെ വലിയച്ഛനായിരുന്നു PK രാമൻ എന്ന് പറഞ്ഞിട്ട് പഴയ MLA. അവരെ മകളെ മകനാണ് ഞാൻ, മൂത്ത മകളെ പേരക്കുട്ടിയാണ്. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ മാഹിയിൽ വെച്ചിട്ട് സഹോദരങ്ങളാണ്. ഞാനും എന്റെ അനുജനും മാത്രം 2 പേരുള്ളൂ. P. രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് മാഹി കോളേജിൽ രവി മാഷ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ 2 പേരാണല്ലേ, സഹോദരിയും വേറെ ആരുമില്ല, 2 പേരേ ഉള്ളൂ. അപ്പോൾ 11th +2 വരെ കേന്ദ്ര വിദ്യാലയം പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ SM കോളേജിൽ കണ്ണൂരാണ് BCom ചേർന്നത്. 1975 വന്നത്. അടിയന്തരാവസ്ഥേന്റെ ആ ഒരു കഴിയുന്ന കൊല്ലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ SM കോളേജിൽ തുടക്കത്തിന്റെ സമരങ്ങളായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഈ കേന്ദ്ര വിദ്യാലയം വന്നുകൊണ്ട് തന്നെ അവിടെ ഒന്നുമില്ല, ചട്ടക്കൂട് അറിയുന്നില്ല. ഇപ്പൊ ഇവിടെ വന്ന ഉടനെ കാണുന്ന ഭയങ്കര വ്യത്യസ്തമായ വേറെ ലോകമായിരുന്നു. പക്ഷേ അതെന്തായാലും അത് എൻജോയ് ചെയ്തു. കാരണം ആ ഒരു പീരീഡ് അങ്ങനെയായിരുന്നു. നമ്മൾ ആ ഒരു ചെറുപ്പം, ഒരു 10-17 വയസ്സ്. അപ്പം എന്തായാലും SM കോളേജിൽ 3 വർഷം SNലായിരുന്നു. ഏത് കാലഘട്ടത്തിലാണ് ഒരു CA ചെറുപ്പത്തിലേക്കുള്ള ഒരു മോഹം എന്തായിരുന്നു? അത് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഈ പ്രൊഫഷനെ കൊണ്ട് അങ്ങനെ അറിയില്ല. ഏത് മേഖലയായിരുന്നു? എഞ്ചിനീയറിംഗ് ആയിരുന്നു ഉദ്ദേശിച്ചത്. മാത്തമാറ്റിക്സ് ആണ് ഇത് എടുത്തത് മെയിൻ സബ്ജക്റ്റ്. ഒരു നമുക്കവിടെ 9 to 12 അങ്ങനെയായിരുന്നു കേന്ദ്ര. അങ്ങനെ 9 to 11 മാത്തമാറ്റിക്സ് ആയിരുന്നു മെയിൻ സബ്ജക്റ്റ് എടുത്തത്. പക്ഷെ ഡൽഹിയിലുള്ളപ്പോൾ ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കാണാനിടയായി. അയാളെ ഒരു ചാന്ദിനി ചോക്ക് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അപ്പൊ ആ ഏരിയയിൽ നമ്മൾ ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ വേറൊരാൾ ഒരു സൂട്ടെല്ലാം ഇട്ടിട്ട് ഒരാൾ അവിടെ ഇരിക്കുക. അപ്പൊ സർദാർജി. അപ്പൊ അതായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ്. സർദാർജിയെ കണ്ടപ്പോ എന്താ പരിചയപ്പെട്ടപ്പോൾ ഒരു നല്ലൊരു എക്സിക്യൂട്ടീവ് ലുക്കും കാര്യങ്ങളും. അപ്പൊ അയാളെടുത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടാണ്, ഇവിടെ ഒരു വർക്ക് ചെയ്യാണ് ഞാൻ. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി. ഇപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് ആ കാലഘട്ടത്തിൽ എഞ്ചിനീയർമാർക്ക് ജോലി ഇല്ലാത്ത ഒരു കാലഘട്ടം അതായിരുന്നു. അപ്പോൾ ജോലി സാധ്യത കുറവ്. അപ്പോൾ അയാൾ പറഞ്ഞു ഇതൊരു നല്ല പ്രൊഫഷനാണ്, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. ഞാൻ ഇന്നേതാണ് പൊസിഷൻ, എനിക്ക് ഇങ്ങനെ മൂപ്പരെ കാറൊക്കെ കണ്ടു പുറത്ത്, അപ്പോൾ ഇങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഒരു സ്പാർക്ക് വന്നത്. സ്പാർക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ അന്ന് മുതൽ നമ്മൾ ഇത് അതിനെക്കൊണ്ട് അന്വേഷിച്ചു തുടങ്ങി. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കൊണ്ട്. പക്ഷെ എന്നാലും BComന് ചേരുമ്പോഴും ചാർട്ടേഡ് അക്കൗണ്ടൻസി ഉള്ളത് അറിയാം. പക്ഷെ നമ്മൾ നാട്ടിൽ അത്ര പോപ്പുലർ അല്ല. അപ്പോൾ ഈവൻ ടീച്ചേഴ്സിന് എൻ്റെ പ്രൊഫസർ MCK നമ്പ്യാറായിരുന്നു, അദ്ദേഹത്തിന് അറിയാം. കാരണം അപ്പം ഞാനിങ്ങനെ ചോദിച്ചു കാഷ്വലി, അപ്പം നല്ല കോഴ്സാണ് പക്ഷെ ടഫാണ്, നീയൊക്കെ പാസ്സാവുമെന്ന് അറിയില്ല എന്നൊക്കെ പറയും. കാരണം മൂവർ ഫറൂഖ് കോളേജിലൊക്കെ ഉണ്ടായതാണ്. അപ്പം അദ്ദേഹം ഒരു എമിനന്റ് പ്രൊഫസറാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു ഇതിൻ്റെ സ്പാർക്ക് വരുന്നത്. പക്ഷെ BCom കഴിഞ്ഞിട്ട് ഞാൻ എന്നാലും ഒരു MBAൻ്റെ ഓൾ ഇന്ത്യ എൻട്രൻസ്, അപ്പോൾ അന്ന് IIM ആണല്ലോ ഇവിടുത്തെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ BComന് ഒരു എബോവ് ആവറേജ് സ്റ്റുഡൻ്റ് ആണ് അന്ന്. BComന് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നത് വളരെ കുറച്ച് പേരാണ്. തൊട്ട് മുന്നത്തെ ബാച്ചിന് ഒരാൾക്കാറ്റേ കിട്ടിയിട്ടുള്ളൂ. നമ്മളെ ബാച്ചിന് 4 പേർക്ക് ഉണ്ടായിരുന്നു. ഒരാൾ ഞാൻ, ഒരാൾ ജയറാം എന്ന് പറഞ്ഞിട്ട് മുപ്പറും CA ആയി, ബാക്കി 2 പേരും ബാങ്കിലൊക്കെ കയറി. അപ്പോൾ അന്ന് ഈ MBAക്കുള്ള ഓൾ ഇന്ത്യ എക്സാമിനേഷൻ എഴുതിയപ്പോൾ എനിക്ക് കിട്ടി. അന്ന് എല്ലാവിടെയും ഒന്നും MBA ഇല്ല.
വളരെ ചുരുക്കം IIMs കഴിഞ്ഞാൽ പിന്നെ ചില യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ എനിക്ക് കിട്ടിയത് രാജസ്ഥാൻ, അച്ഛൻ അന്ന് രാജസ്ഥാനിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ ഓഫർ വന്നു. അപ്പോൾ അവിടെ ഓഫർ വന്നിട്ട് ചേരാനിരിക്കുക, അഡ്മിഷന് ചേരാനിരിക്കുകയായിരുന്നു ഓൾ ഇന്ത്യ MBAക്കുള്ള ഇതിന് RA Poddar ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോഴാണ് ഇവിടെ CAക്ക് തന്നെ ചേരാൻ, അച്ഛൻ നാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഡിസിഷനിലേക്കാണ് കോഴിക്കോടിലേക്ക് വന്നിട്ട് CA. കോഴിക്കോട് എവിടെയാണ് U Parshuram Iyer and Company എന്ന് പറഞ്ഞിട്ടൊരു ചാർട്ടേഡ് അക്കൗണ്ടൻസി. അതാരാണെന്ന് റെഫർ ചെയ്യുന്നത് എൻ്റെ ഇതേമാതിരി എൻ്റെ ഒരു ഇളയച്ചനുണ്ട്, റെയിൽവേയിലാണ്. അപ്പം മൂപ്പർക്ക് ഇവരൊക്കെ കുറച്ച് പരിചയമുണ്ട്. അപ്പം അങ്ങനെ റെഫറൻസിൽ കാലിക്കറ്റിൽ ഒരാളെ അങ്ങനെ ഒരു റെഫറൻസിൽ അവിടെ ചേർന്നത്. അപ്പം അതൊരു സാമാന്യ കുറച്ച് വലിയ ഫേം തന്നെയായിരുന്നു അന്ന് തന്നെ. ഒരു പർഷുറാം അയ്യർ സാർ എന്ന് പറഞ്ഞ ഒരു കണ്ണൂരിലൊക്കെ അങ്ങനെ ഫേമുകൾ ഉണ്ടോ? ഉണ്ട്, 2-3 ഫേംസ് ഉണ്ട്. ഏറ്റവും വലുത് കോഴിക്കോടായിരുന്നു. അപ്പം അങ്ങനെ 2 വർഷത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നാൽ ഈ CA ഇന്റർമീഡിയറ്റ് ഈ 3 വർഷത്തിൻ്റെ ഇടയിൽ CA ഇന്റർ പാസ്സാവുകയാണെങ്കിൽ ലാസ്റ്റ് ഫൈനൽ ഇയർ നിങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കൊണ്ട് പോവാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വിത്തിൻ 2 years CA ഇന്റർമീഡിയറ്റ് കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഞാൻ CA ഇന്റർമീഡിയറ്റ് ഭാഗ്യവശാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടി. 2 ഗ്രൂപ്പും കിട്ടി. അപ്പോൾ രണ്ട് ഗ്രൂപ്പും കിട്ടി. അന്ന് ഇതേമാതിരി ഗ്രൂപ്പ് ഓരോ ഗ്രൂപ്പിലും എക്സംഷൻസും മറ്റൊന്നുമില്ല. ഓരോ ഗ്രൂപ്പിലും നമുക്ക് 50% കിട്ടണം. ഇപ്പം ക്യാരി ഓവറൊക്കെ ഉണ്ട്. അങ്ങനത്തെ സിസ്റ്റംസ് കുറച്ചും കൂടി ടൈറ്ററായിരുന്നു. അപ്പോൾ 2 ഗ്രൂപ്പും കിട്ടിയ ഉടനെ 1 വർഷം ബാക്കിയുള്ളതുകൊണ്ട് കാലിക്കറ്റ് ഡിവിഷണൽ ഓഫീസിൽ LICൻ്റെ ഡിവിഷണൽ ഓഫീസിൽ എനിക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആയിട്ട് എടുത്തു. ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം ആ ഒരു സ്ഥാപനത്തിൽ, അയാളെ കീഴിൽ പോയാലും മതി. അപ്പം കൂടുതൽ വലിയ അട്രാക്ഷൻ ഒരു വലിയ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാം. സെക്കൻഡ് സ്റ്റൈപ്പൻഡും വളരെ കൂടുതലാണ് അന്ന്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥാപനങ്ങളിൽ സ്റ്റൈപ്പൻഡ്. അപ്പോൾ അന്ന് ഗ്വാളിയർ റയൻസും അത്രയും വലിയ സ്ഥാപനങ്ങളുണ്ടെന്ന്. അതെ, ഗ്വാളിയർ റയൻസും LICയിലാണ് ഇത് കോഴിക്കോടിലോ. പിന്നെ ചെന്നൈയിലായിരുന്നു ഏതില് നിങ്ങളുടെ ഈ സ്ഥാപനത്തിൽ അല്ല അന്ന് ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് ഗ്വാളിയർ റയൻസ് ഉണ്ടായിരുന്നു, സാബുവിന്റെ അന്നത്തെ അതുണ്ടായിരുന്നു. പിന്നെ കുറേ സ്ഥാപനങ്ങളുണ്ടായിരുന്നു, കുറച്ച് കോഴിക്കോട് അറിയപ്പെടുന്ന കുറച്ച് വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് വിട്ടിട്ട് ലാസ്റ്റ് ഇയർ LIC ചേർന്നു, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. 3 കൊല്ലത്തെ കോഴ്സാണല്ലോ. അപ്പോൾ 2 വർഷം ഈ U Parshuram Iyer and കമ്പനിയിൽ വർക്ക് ചെയ്തു. 78 to 80, 81 LICൻ്റെ ഡിവിഷൻ മാനേജറല്ലേ, അന്ന് പുതിയ ബിൽഡിംഗ് ആണ്, അവിടെ വർക്ക് ചെയ്തു. അന്ന് രാമേന്ദ്രൻ സാർ എന്നിട്ടായിരുന്നു ഡിവിഷണൽ മാനേജർ. അയാളൊരു ചാർട്ടേഡ് അക്കൗണ്ട് ആയിരുന്നു. അയാളെ കീഴിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഇയർ ഓഫ് പ്രാക്ടിക്കൽ ട്രെയിനിങ് LICയിലായിരുന്നു. അത് വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ 81 എക്സാം എഴുതി, 81 കഴിഞ്ഞു. പിന്നെ 82 എക്സാം 3 ഗ്രൂപ്പും. അപ്പം ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിരുന്നു. 3 ഗ്രൂപ്പ് ഉണ്ടാകുന്നു, ഇന്ന് 2 ഗ്രൂപ്പില്ല, 9 പേപ്പറുണ്ട്. അപ്പോൾ ഒന്നിച്ചിട്ട് എഴുതിയാൽ പാസ്സാവുന്ന 1% 2% വരും. പക്ഷെ ഒരു അറ്റംപ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു, 3 ഗ്രൂപ്പും ഒന്നിച്ചിട്ട്. അങ്ങനെ അറ്റംപ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടൊരു പൊസിഷൻ. അന്നൊക്കെ ഇൻ്റർനെറ്റും കാര്യങ്ങളൊന്നുമില്ല, അപ്ലൈ ചെയ്യണം. അപ്പോൾ ഹൈദരാബാദിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അപ്ലൈ ചെയ്തു. 82 അപ്ലൈ ചെയ്യുന്നതിന്റെ സ്വഭാവം എഴുതി കത്തെഴുതി അഡ്വർടൈസ്മെന്റ് കണ്ടാൽ അതിന് പോസ്റ്റലായിട്ട് അയക്കാം. അപ്പോൾ ഈ എക്സാം കഴിഞ്ഞ ഉടനെ അവിടത്തേക്ക് അയച്ചു. അവിടെ അയച്ച ഉടനെ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് വന്നിട്ട് ഓഫർ ലെറ്റർ തന്നു. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ് ആയതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഓഫർ ലെറ്റർ. പക്ഷേ അവരൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾ CA ഫൈനൽ പാസ്സായിട്ടുണ്ടാവണം. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ആ എക്സാമിന് ഫസ്റ്റും 3rd ഗ്രൂപ്പും കിട്ടി. സെക്കൻഡ് ഗ്രൂപ്പ് അഗ്രിഗേറ്റിൽ പോയി, കിട്ടിയില്ല 82. അപ്പം ആ ഒരു എക്സാമിനേഷൻ ഒന്നിച്ചിട്ട് 3 ഗ്രൂപ്പും കിട്ടിയില്ല. അപ്പം ഇവരെ എന്നെ എടുക്കുകയും ചെയ്തു മാനേജ്മെൻറ്റ് ട്രെയിനിങ് ആയിട്ട്. കുറച്ച് ഒരു ബാച്ചാണ്. അപ്പോൾ അവർ പറഞ്ഞു, ശരി നീ നെക്സ്റ്റ് എക്സാമിൽ എന്തായാലും ക്വാളിഫൈ ആണ്, അല്ലെങ്കിൽ നമുക്ക് നിങ്ങളെ പ്രൊബേഷൻ കൺഫേം ചെയ്യാൻ പറ്റില്ല, ലീവും 10 ദിവസം തരുള്ളൂ. അപ്പോൾ ഭയങ്കര ഒരു MNC കമ്പനിയാണ്, മറ്റേ ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ് ഉണ്ടാക്കുന്നത്, നമ്മൾ നോബലിലെ നോബൽ പുരസ്കാരം കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ്, സ്വീഡിഷ് കമ്പനിയാണ്. ബട്ട് ഫോർച്ചുനേറ്റ്ലി നെക്സ്റ്റ് പുരസ്കാര ജേതാവിൻ്റെ കമ്പനിയായിരുന്നു അതിൻ്റെ കമ്പനിയായിരുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് എക്സാമിനേഷനിൽ അത് ക്വാളിഫൈ ചെയ്തപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അവിടെ റെഗുലറൈസ് ചെയ്തിട്ട് തന്നു. പിന്നെ അസിസ്റ്റൻറ്റ് മാനേജറായി ജോയിൻ ചെയ്തു. ഞാനൊരു 3 വർഷം 85 വരെ, 82 മുതൽ 85 സെപ്റ്റംബർ വരെ ഇങ്ങനെ CA കഴിഞ്ഞിട്ട് ഒരു ഇൻഡസ്ട്രിയിലായിരുന്നു. അതൊരു വലിയൊരു എക്സ്പോഷറായിരുന്നു. കാരണം അതൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അപ്പോൾ സ്വീഡിഷ് ആസ്ഥാനമായിട്ടുള്ള കമ്പനിയാണ്, പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനിയാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. അതിന് അന്നത്തെ പേര് ഐഡിയൽ കെമിക്കൽസ് ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ഈ AstraZeneca വർഷം മുമ്പാണ് പോസ്റ്റ്. അതെ. അപ്പോൾ പിന്നെ ഭയങ്കര എക്സ്പോർട്ട്. എവറി വീക്ക് എന്നെ ഹൈദരാബാദിന്
ഞാൻ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിലെല്ലാം പോകുന്ന ആ കമ്പനീൻ്റെ കെയർ ഓഫിലാണ്. അപ്പോൾ ഹൈദരാബാദിന് ബാംഗ്ലൂരിലേക്ക് അയക്കും. കാരണം ബാംഗ്ലൂരിൽ മിഡ് ലെവൽ 45 വർഷം മുമ്പ് ഫ്ലൈറ്റിലാണോ? അതെ അതെ അതെ, അവർ ഫ്ലൈറ്റിലാണ് അയക്കുക. കാരണം അവർക്ക് അതാ ലാഭം അന്ന്. കാരണം അവർക്ക് എത്തും, പിന്നെ അന്നത്തെ ഒരു ദിവസം ശമ്പളം അലവൻസും തരുന്നില്ല. അപ്പോൾ ഭയങ്കര കാൽക്കുലേറ്റീവ് ആണല്ലോ ഈ മൾട്ടിനാഷണൽ കമ്പനീസ്. അപ്പോൾ അവർ അവിടെ സൺഡേ വർക്കിംഗ് ആണ് ഹൈദരാബാദിൽ, കാരണം ഇൻഡസ്ട്രിയൽ ഏരിയ. അപ്പോൾ സൺഡേ ഈവനിങ് ഫ്ലൈറ്റിനാണ് കയറുക, എന്നിട്ട് ബാംഗ്ലൂരിൽ വരും. അപ്പോൾ അവർക്ക് മൺഡേ അവിടെ ഹോളിഡേ ആകുമ്പോൾ ഇവിടെ വർക്ക് ചെയ്യാം. 2 ദിവസം ഇവിടെ. അതെ അതെ അതെ. അത് അപ്പോൾ ഇവിടെ ഒരു ഫുൾ ടൈം ചാർട്ടേഡ് അക്കൗണ്ട് ഉള്ളത്. ഇവിടുത്തെ അക്കൗണ്ട്സ് എല്ലാം എഴുതി ഒരു വീക്ക്ലി അക്കൗണ്ട്സ് നമ്മൾ ഫൈനലൈസ് ചെയ്തു ഹെഡ് ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിട്ട് ട്യൂസ്ഡേ മടങ്ങും. ഹെഡ് ഓഫീസിലേക്ക് അയക്കുക എന്നൊക്കെ പറഞ്ഞ ഈ നമ്മളെ പോസ്റ്റൽ വഴി തന്നെയാണല്ലോ അയക്കുക. ടെലി പ്രിന്റർ ഒക്കെയാണ്. ഫാക്സ് വരുന്നതിന് മുമ്പ്. അതെ. പിന്നെ ഞാൻ 83 ഫാക്സ് വന്നു തുടങ്ങി. 85 ഫാക്സ് വന്നു തുടങ്ങി. അപ്പോൾ ലാസ്റ്റ് ഘട്ടങ്ങളിൽ ഫാക്സും വന്നു. ടെലി പ്രിന്റർ വഴി അയച്ചു തുടങ്ങി. പിന്നെ വലിയ വലിയ കമ്പ്യൂട്ടർ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് എല്ലാം തുടങ്ങിയിരുന്നു. ജസ്റ്റ് ഇങ്ങനത്തെ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് ഒന്നും വന്നിട്ടില്ല. വലിയ റൂം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം MNC കമ്പനീസ് ആയതുകൊണ്ട് അതിൽ ആദ്യം തന്നെ അവിടെ എത്തും. അപ്പൊ അങ്ങനെ എത്തിയ ഒരു സാഹചര്യം കൂടെ. പക്ഷെ അന്നും അക്കൗണ്ട്സ് കമ്പനിയിലടക്കം മാനുവൽ ആണ്. നമുക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ വലിയ ലിസ്റ്റഡ് കമ്പനീൻ്റെ 10-40,000 ഷെയർ ഹോൾഡേഴ്സിൻ്റെ എല്ലാം നമ്മൾ ഈ അൺക്ലെയിംഡ് മാനുവലി ആണ് റിക്കൺസൈൽ ചെയ്യാറ്. വലിയ പണിയായിരുന്നു. എഴുതി കൂട്ടും, റിക്കൺസൈൽ ചെയ്യണം കൊടുക്കാത്തവർക്കൊക്കെ. പക്ഷെ അതൊരു വലിയ എക്സ്പോഷർ ആയിരുന്നു. പിന്നെ സിസ്റ്റംസ് പഠിച്ചു. അവിടെ ഉണ്ടായ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഈ മൾട്ടിനാഷണൽ എന്ത് അതിൻ്റെ ദോഷഫലങ്ങൾ ഉണ്ടെങ്കിലും വർക്ക് ചെയ്യുന്നതിൽ സിസ്റ്റംസും പ്രൊസീജിയേഴ്സും ഭയങ്കര നല്ലൊരു എക്സ്പോഷറാണ്. അവർ സിസ്റ്റംസ് വെച്ചിട്ടാണ് എല്ലാം ചെയ്യുക. കാരണം അവർ എപ്പോഴാണ് ഈ ഒരു പരിശീലന കാലം കഴിഞ്ഞ്, ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഈ ജന്മനാട്ടിലേക്ക് വരാനുള്ള ഇപ്പം താങ്കൾ പറയുന്നത് 45 വർഷം മുമ്പ് താങ്കൾ ഫ്ലൈറ്റിൽ പോയി ഇതെല്ലാം ചെയ്യുന്ന ഒരാളാവുമ്പോൾ ഒരിക്കലും റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടാവും. നേരെ ഹൈ പ്രൊഫൈലിലേക്ക്. ഇത് പ്രൊഫൈൽ മോശമെന്നല്ല, ആരും തിരിച്ച് മര്യാദയ്ക്ക് ഫ്ലൈറ്റോ മര്യാദയ്ക്ക് ട്രെയിൻ പോലും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് തിരിച്ചു വരികയാണ്. മലബാർ എക്സ്പ്രസും ആകെ മലബാർ എക്സ്പ്രസ് എന്നേ ഉള്ളൂ. നേത്രാവതി 1-2 ട്രെയിനുകളെല്ലാം. ഞാൻ റിസിഗ്നേഷൻ ലെറ്റർ ചോദിച്ചപ്പം ഈ ചോദ്യം എൻ്റെ അടുത്ത് എൻ്റെ HR-ഉം എൻ്റെ ബോസും ചോദിച്ചിരുന്നു, യു ആർ മേക്കിംഗ് എ വെരി ബിഗ് ബ്ലണ്ടർ എന്നാണ്. പക്ഷെ അതിനൊരു വലിയൊരു റീസൺ ഉണ്ടായിരുന്നു. ഒരു വലിയൊരു റീസൺ എന്ന് പറഞ്ഞാൽ 2 കാരണങ്ങൾ. ഒന്ന്, എൻ്റെ അച്ഛൻ റിട്ടയർ ചെയ്തിട്ട് നാട്ടിലേക്ക് വന്നു 85-ലാണ് ഇത് സംഭവം. ഇപ്പോൾ റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് വന്നു. അവിടെ ചെറിയ ബിസിനസ് തുടങ്ങി മാഹിയിൽ, ഒരു പെയിൻറ്റ് കച്ചവടം. സെക്കൻഡ്, 85-ൽ VP സിംഗ് ആദായ നികുതിയിൽ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. അതുവരെ നമുക്ക് കമ്പൾസറി ഓഡിറ്റിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെയൊന്നും സ്കോപ്പേ ഇല്ല. 85-ലത്തെ ബഡ്ജറ്റിൽ, ഞാൻ 85-ലാണ് റിസൈൻ ചെയ്യുന്നത്, 85-ലെ ബഡ്ജറ്റിൽ ഒരു അമെൻമെൻറ്റ് വന്നു. എല്ലാ ബിസിനസ്സുകാരും, കോർപ്പറേറ്റ് മാത്രമല്ല, എല്ലാ കച്ചവടക്കാരും 40 ലക്ഷത്തിന് മേലെ വിറ്റ് വരവുണ്ടെങ്കിൽ ഒരു CA-നെ കൊണ്ട് ഓഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധം കൊണ്ടുവന്നത്. VP സിംഗിൻ്റെ ബഡ്ജറ്റ്, ഫിനാൻസ് മിനിസ്റ്റർ ആയപ്പോഴുള്ള ബഡ്ജറ്റ് വന്നത്. അപ്പോൾ അന്ന് നമ്മൾക്കൊക്കെ ഏജ് 26-27 ആയുള്ളൂ. അപ്പോൾ 30 വയസ്സിന് താഴെയുള്ള കുറേ ചാർട്ടേഡ് അക്കൗണ്ട്മാർക്ക് ഒരു റിസ്ക് എടുക്കാന്നുള്ള ഒരു ഉള്ളിൽ ഭയങ്കര പത്രവാർത്തയായിരുന്നു അന്നൊക്കെ കമേഴ്ഷ്യൽ ഏരിയകളിൽ. ഭയങ്കര സ്കോപ്പാണ്, ഇന്റീരിയേഴ്സിലും സ്കോപ്പ് ഉണ്ട്, വില്ലേജസ് ടൗണുകളിലും സ്കോപ്പ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. കാരണം സാധ്യത മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക്. ശ്രീ P. മോഹന്റെ ജീവിത പങ്കാളി കൂടി നമ്മുടെ സക്സസ് സ്റ്റോറിയിൽ ജോയിൻ ചെയ്യുകയാണ്, സുചിത്ര അല്ലേ? വളരെ ഹൃദ്യമായ സ്വാഗതം സക്സസ് സ്റ്റോറിയിലേക്ക്. ഞങ്ങൾ ഈ സക്സസ് സ്റ്റോറി ഏറ്റവും വ്യത്യസ്തമായ മനുഷ്യരുടെ ഒരു സഞ്ചാരമാണ്. അപ്പോൾ P. മോഹനിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾക്ക് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. ഓരോ പ്രേക്ഷകനും അറിയേണ്ട വേറൊരു ലോകത്തേക്ക്, ഞങ്ങളോട് കണക്കുകളുടെ ഒരു ലോകത്തേക്ക്, അതിൻ്റെ സാധ്യതകളിലേക്ക്. എങ്ങനെ P. മോഹനൻ എന്ന മനുഷ്യനിലേക്ക് സുചിത്ര എത്തിപ്പെടുന്നു? എവിടെ നിന്നാണ് കണ്ടുല്ല? പ്രണയം ഉണ്ടായിരുന്നോ? ഇല്ല, പ്രണയമൊന്നുമില്ല. പക്ഷെ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ അത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? അതിന് കാരണങ്ങൾ 2-3 ഉണ്ട്. എന്താണ്? ഒന്ന്, എൻ്റെ അമ്മയും ഇവരുടെ അമ്മയും ഫ്രണ്ട്സാ പണ്ടത്തെ. അത് അവരെ കല്യാണം കഴിച്ച് ആ ബന്ധത്തിലുള്ള ബന്ധുക്കളാണ്. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചെറുപ്പത്തിൽ കണ്ടിരുന്നു. അല്ല, ഇവര് ഹൈദരാബാദിലുള്ളപ്പോ എന്റെ അച്ഛന്റെ ബ്രദറും. അച്ഛന്റെ പേരെന്താണ്? ബാലഗോപാൽ. അമ്മ നാണിയമ്മ. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ബിസിനസ് ആണ്, ഗ്രേറ്റ് ബോംബെ സർക്കസ് എന്ന് പറഞ്ഞ സർക്കസ് നടത്തുന്നത്, അതിന്റെ ഓണർ. അപ്പൊ നമ്മളിങ്ങനെ ഓരോ അമ്മ അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 5 മക്കൾ. 5 മക്കൾ. എത്രാമത്തെ ആളായിരുന്നു സുചിത്ര? ഞാൻ 4ാമത്തെ ആൾ. എപ്പോഴാണ് ഈ മോഹനുമായിട്ടുള്ള ഒരു പരിചയം, ഒരു വിവാഹത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത്? അത് ഇത് പറഞ്ഞത് ചെറുപ്പത്തിൽ ഞാൻ ഹൈദരാബാദ് കാണാൻ പോയപ്പോൾ അച്ഛന്റെ ബ്രദർ എയർഫോഴ്സിലായിരുന്നു. അപ്പൊ ഇവരെ അച്ഛനും എയർഫോഴ്സിലാണ്.
അങ്ങനെ ഇവരെ വീട്ടിൽ പോയിരുന്നു, ഹൈദരാബാദിൽ വെച്ച് കണ്ടിരുന്നു. പക്ഷേങ്കിൽ അത് ഞാനും ഓർക്കുന്നില്ല. ഇവരൊരു ചെറിയ ബേബി ആയിട്ട് എടുത്തതാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വർഷങ്ങൾ കുറേ കഴിഞ്ഞ് പിന്നെ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് പ്രൊപ്പോസൽ വരുന്നത്. അതെ, കുടുംബപരമായിട്ട് അമ്മയും ഇവരമ്മയും കൂടെ ജോയിന്റ് ആയിട്ട് പറഞ്ഞ അങ്ങനെ ജോയിന്റ് ആയിട്ട് പ്രൊപ്പോസൽ വരുന്നു. നോക്കുന്നുണ്ട്, അപ്പൊ എന്റെ മോളെ അന്വേഷിച്ചൂടെ? അപ്പൊ അമ്മയും പറഞ്ഞു വളരെ സന്തോഷം. എങ്ങനെയാണ് ഈ പ്രൊഫഷനിൽ ഇദ്ദേഹത്തിന്റെ തിരക്കും നിങ്ങളുടെ ജീവിതവും ഒക്കെ എങ്ങനെയുണ്ട്? എന്റെ ജീവിതം ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പോയി. വളരെ സന്തോഷകരമായിരുന്നു. 100% ഞാൻ ഹാപ്പിയാണ്. ക്യാരക്ടറിന് എത്ര മാർക്ക് കൊടുക്കാം? പി മോഹൻ എന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് ജീവിത പങ്കാളിക്ക് കൂടുതലും കൊടുക്കാം. എത്ര വേണമെങ്കിലും കൊടുക്കാം. 100 മേലെ കൊടുക്കാം അല്ലേ? ശരി, ശ്രീ പി മോഹൻ, എങ്ങനെ എപ്പോഴാണ് തലശ്ശേരിയിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രാക്ടീസ് തുടങ്ങുന്നത്? എവിടെയാണ്? ഞാൻ പറഞ്ഞു 1985 ബഡ്ജറ്റിലാണ് ഇത് മാറ്റം വന്നത്. അപ്പം തന്നെ ഒരു തീരുമാനം എടുത്തു. ഒരു തീരുമാനം എടുക്കാനുള്ള 2 കാരണങ്ങളാണ്. ഒന്ന്, എനിക്കറിയാം ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ സ്ഥിരം എപ്പോഴും വലിയ പൊസിഷനിലെത്താം, ഈ പറഞ്ഞ നല്ല ശമ്പളം കിട്ടും, നല്ല പെർക്യൂസിറ്റ്സ് ഒക്കെ കിട്ടും. പക്ഷെ എന്തായാലും ഒരാളെ കീഴിലായിരിക്കും വർക്ക് ചെയ്യേണ്ടത്. ഒന്ന് അതായിരുന്നു ഞാൻ. പിന്നെ സെക്കൻഡ്, എനിക്ക് പ്രാക്ടീസിനോട് വലിയ താല്പര്യമായിരുന്നു തുടക്കം മുതലേ. സ്വന്തം കാലിൽ നിൽക്കുക, മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക, ഒരു ബോസിന് കീഴിൽ പണിയെടുക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു സ്കോപ്പ് കുറഞ്ഞുകൊണ്ടാണ് ഇവിടെ വരാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല. പക്ഷേ 85 ഈ അമെൻമെന്റ് വന്നതോടെ ഈ ഭാഗങ്ങളിലെല്ലാം ഈ എവിടെയാണ് ആദ്യം ഓഫീസ് തുടങ്ങുന്നത്? തലശ്ശേരി തന്നെ. തലശ്ശേരി എവിടെയായിരുന്നു? ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെ. അത് ഫസ്റ്റ് ഫ്ലോറിൽ ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സ് എടുത്ത ഷോപ്സിലെ ആദ്യത്തെ ഓഫീസ് ഞാനാണ്. നിങ്ങളുടെ ഓഫീസാണ് നിങ്ങളുടെ അടുത്ത് വന്ന ക്ലൈന്റ് ആരാണ്? ഞാൻ അത് പറയാം. ഫസ്റ്റ് ലെവലില് ബോധമില്ല. ബോധമില്ല. ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാൻ എടുത്തത്. ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു എൻ്റെ ഓഫീസ്. ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിലായി. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു എൻ്റെ ഓഫീസ്. ചെറിയൊരു ഓഫീസായിരുന്നു. ഞാനും ഒരു സ്റ്റാഫും എൻ്റെ ഒരു കസിൻ വിനോദ് എന്ന് പറഞ്ഞാൽ മാഹിൽ പി വിനോദിനും വേറൊരു ടൈപ്പിസ്റ്റും. അങ്ങനെയാണ് 1985 ഒക്ടോബർ പൊളിറ്റിക്സിലൊക്കെ വൈസ് ചെയർമാനായിരുന്നു. ഒരു 10 കൊല്ലത്തോളം എൻ്റെ കൂടെ തന്നെ ബികോം ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ 2 പേരും കൂടി ചേർന്നിട്ടാണ് ഞാനിവിടെ തുടങ്ങുന്നത്. അപ്പോൾ ഈ നാരായണേട്ടനാണ് അന്ന് ഈ ബിൽഡിംഗ് എടുത്താണ് ചെയർമാനായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ 20,000 രൂപ ഡിപ്പോസിറ്റും കൊടുത്തിട്ടാണ് ഇത് തുടങ്ങുന്നത് ആ കാലത്ത്. അപ്പോൾ 85 ഈ അമെൻമെന്റ് വന്നതോടെ തീരുമാനം. അച്ഛനും ഇവിടെ ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയാൽ എനിക്കറിയാം. ഇപ്പോൾ പ്രാക്ടീസ് നന്നായിട്ടില്ലെങ്കിൽ അച്ഛൻ്റെ ബിസിനസ് ഉണ്ടല്ലോ, പിന്നെ മൂപ്പർക്ക് പെൻഷനുണ്ട്, പിന്നെ 2 പേരെ ജീവിച്ചു പോവാം എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എടുത്തത്. അപ്പോൾ 85 ഒക്ടോബറിലാണ് ഇവിടെ പ്രാക്ടീസ് തുടങ്ങുന്നത്, ഒഫീഷ്യലി തുടങ്ങുന്നത്. പക്ഷേ ഈ പ്രാക്ടീസ് ഫസ്റ്റ് ക്ലയൻറ്റ് നിങ്ങൾ ചോദിച്ച പ്രകാരം മാഹിയിൽ എനിക്ക് ബേസ് ഉണ്ട്. എൻ്റെ അമ്മേൻ്റെ തറവാടൊക്കെ മാഹിയിലാണ്. പിന്നെ കുറച്ച് കോൺട്രാക്ട്സ് ഉണ്ട്. പിന്നെ അച്ഛൻ്റെ വീട് അരിയാക്കുല് ചമ്പാടാണ്. അപ്പോൾ ആ ഒരു ഹോപ്പിലാണ് ഇവിടെ തുടങ്ങുന്നത്. ഫസ്റ്റ് ക്ലയൻറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും അത് എപ്പോഴും ഓർമ്മയാണ്. ഒന്ന് നമ്മളെ ഇന്ദിര ഇലക്ട്രിക് വർക്ക്സ് ഉണ്ട് ചെരക്കര. അതിൻ്റെ ഒരു ചന്ദ്രാട്ടൻ മരണപ്പെട്ടു പോയി. പി മോഹൻ, ഈ അപ്പോൾ ആദ്യത്തെ ക്ലയന്റ് താങ്കൾ ഓർമ്മ പങ്കുവച്ചു. 40 വർഷത്തിനിടയ്ക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന നിലക്ക് താങ്കൾ നൽകിയിട്ടുള്ള ഒരു സംഭാവനകൾ എന്തൊക്കെയാണ്? 100 കണക്കിന് കുട്ടികൾ താങ്കൾ ട്രെയിനിങ് നൽകി, കുട്ടികൾ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരായി, കുറേ ആളുകൾക്ക് ജീവിതം നൽകി, ഒത്തിരി സ്ഥാപനങ്ങൾ. എന്തൊക്കെ നമുക്ക് ഈ നാട്ടിന് സംഭാവന നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്? പ്രൊഫഷണലി എനിക്കൊരു വലിയ സാറ്റിസ്ഫാക്ഷൻ ഇല്ല 1-2 കാര്യങ്ങൾ. കാരണം നമ്മൾ ഒരു സർവീസിൽ സാധാരണ ഒരു ട്രഡീഷണൽ ആയിട്ട് ചാർട്ടേഡ് അക്കൗണ്ട്സ് ചെയ്യുന്ന ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ് ചെയ്യുക. പക്ഷെ അതിന് പുറമെ നമുക്കൊരു ഹാൻഡ് ഹോൾഡിങ് സർവീസ് ഉണ്ട്, ഒരു പുറത്തുള്ള ഒരാൾ വരുന്നത്. അപ്പോൾ അതേമാതിരി ഇവിടെ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഒരു ഐറിഷ് നാഷണൽസ് 2 പേര് ഒരു 15 വർഷം മുമ്പ്, 13-14 വർഷം മുമ്പേ ഇവിടെ അവരൊരു സ്റ്റാഫിൻ്റെ കല്യാണത്തിന് പാനൂരിൽ വന്നിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ആ സ്റ്റാഫും അവരുടെ ഫാദറും കൂടിയിട്ട് ഓഫീസിൽ കയറി വന്നു, അവരെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞു നമുക്കിങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, അവർക്ക് കേരളത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനി അല്ലെങ്കിൽ IT സപ്പോർട്ട് സർവീസ് കമ്പനി തുടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വന്ന ആൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടാണ്. അയർലാൻഡിൽ വന്ന ആൾക്കാർ 2 പേരും CA-കാരാണ്. ഒരു മിസ്റ്റർ മൈക്കിളും ഫ്ലർ ഗിറിലും 2 പേരും CA-കാരാണ്. അവരാണ് അവിടുത്തെ ബോസ്. അപ്പോൾ നമ്മളുമായിട്ട് നല്ല വൈബായി. അപ്പോൾ CA-ൻ്റെ അടുത്ത് വന്നപ്പം ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടാണ്, വൈബായി. അപ്പോൾ ഞാൻ അന്ന് അവർ ഫയർ ഫോഴ്സിൻ്റെ നമ്മൾ തലശ്ശേരി ഫയർ സ്റ്റേഷൻ്റെ മുമ്പിൽ ഓപ്പോസിറ്റിലുള്ള സ്ഥലത്ത് തുടങ്ങാമെന്നുള്ള ഐഡിയയിലും പിന്നെ ഇങ്ങനെ 1-2 സ്ഥലങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ മാഹിയിലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുറേ പ്രൊസീജിയർ ഉണ്ടല്ലോ കേരളത്തിൽ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ തന്നെ. അപ്പോൾ അന്ന് നമ്മൾ വത്സരാജായിരുന്നു മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ ആയിരുന്നു.
അപ്പം എനിക്ക് അദ്ദേഹത്തിന് ആഭ്യന്തരം മാത്രമല്ല 14 വകുപ്പുണ്ട്. അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു മാഹിയിൽ തുടങ്ങാൻ വല്ല ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ, IT ആണ് ഉദ്ദേശം. വളരെ വെൽക്കമിങ് ആയിരുന്നു, സ്ട്രേറ്റ് ആയി വന്നോളം പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി അഡ്മിനിസ്ട്രേറ്ററെ കണ്ടു. ഇപ്പോൾ അദ്ദേഹം 3 ദിവസമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു യു ക്യാൻ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. അപ്പം തന്നെ അവിടെ ഒരു ഷോപ്പും കണ്ടു. അപ്പോൾ ഇവരും വളരെ ഫെസിലിറ്റേറ്റ് ചെയ്തു, കൂടെ വന്ന സ്റ്റാഫും അവരുടെ ഫാദറും. അപ്പോൾ അങ്ങനെ ഒരു കോൺട്രാക്ടിങ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി, ഐറിഷ് കമ്പനി മാഹിയിൽ ഫുള്ളി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 100% ഓണർഷിപ്പിൽ അങ്ങനെ ഒരു കമ്പനി ഒരു 10-14 വർഷം മുമ്പേ തുടങ്ങി. ഇപ്പം അവിടെ ആ കമ്പനി തന്നെ ഒരു 100-150 ആൾക്കാർ വർക്ക് ചെയ്യുന്നു. പിന്നെ അതേമാതിരി അവർ വന്നപ്പം തന്നെ അയർലാൻഡിലെ ഡബ്ലിനിലെ 2-3 കമ്പനികളും കൂടിയും അവിടുന്ന് ഇവിടെ വന്നു. ഒരു മോർഗൻ മെക്കൻലി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കമ്പനിയാണത്. അവരും ഇപ്പോൾ 100-150 പേര് ഇവിടെ ഉണ്ട്. വേറെ അച്ചീവ്മെന്റ്, കാരണം നമുക്ക് ഇവർ ഇത്രയും പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റിയ ഒരു കമ്പനി. നമ്മൾ ഡയറക്റ്റ് അല്ലെങ്കിലും നമ്മളെ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടാണ് ഈ കമ്പനി അത് താങ്കളുടെ ഒരു ക്രെഡിറ്റ് ആയിട്ട് കാണും. മാഡം, ഈ ഇദ്ദേഹം ഇങ്ങനെ ഈ ബിസിനസ് രംഗത്ത് ഈ ഒരു പ്രൊഫഷണൽ വളരെ കത്തി നിൽക്കുന്നു. താങ്കൾ ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടോ? പ്രൊഫഷണൽ ഏതെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ? പ്രൊഫഷണലിനൊന്നും ഇറങ്ങിയിട്ടില്ല. സാമൂഹ്യ പ്രവർത്തന ഏതൊക്കെയാണ് മേഖല? ഞാൻ ലയൺസ് ക്ലബ്ബിൽ, തലശ്ശേരി ലയൺസ് ക്ലബ്ബിൽ ലേഡീസ് വിങ്ങിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു. പിന്നെ വേറൊരു സൊസൈറ്റി ഉണ്ട്, ഞങ്ങളെ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞ് പത്മേർത്തി നടത്തുന്നത്. നമ്മുടെ ഡോക്ടർ വൈഫും ബാബു രാമേന്ദ്രന്റെ വൈഫൊക്കെ അതിന്റെ സെക്രട്ടറിയായിട്ടും വർക്ക് ചെയ്യുന്നത്. എന്തൊക്കെയാണ് താങ്കളുടെ മേഖല? ആ കാലഘട്ടത്തിൽ ചാരിറ്റി ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു? ലയൺസിൽ ഞങ്ങൾ നല്ല ഒരുപാട് എല്ലാ മേഖലയിലും കൈവച്ചിരുന്നു. താങ്കൾ ഈ പ്രൊഫഷന് പുറമെ ഏതൊക്കെയാണ് സാമൂഹ്യ സേവന രംഗത്ത്? ഞാൻ പിന്നെ തുടങ്ങിയ ഉടനെ JCSലുണ്ടായിരുന്നു, അതിന്റെ സെക്രട്ടറി വരെ ആയതാണ്. ജൂനിയർ ചേംബർ സെക്രട്ടറി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ലയൺസിൽ ചേർന്നു. ലയൺസിൽ ഏതൊക്കെ പൊസിഷൻ വരെ? പ്രസിഡന്റായി, തലശ്ശേരി പ്രസിഡന്റ്. അപ്പം ബെസ്റ്റ് പ്രസിഡന്റ് അവാർഡും സൗത്ത് നീലകണ്ഠൻ അവാർഡ് കിട്ടിയ ആളാണ്. അപ്പം അന്ന് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയാണ് ഒരു ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ ബെസ്റ്റ് അന്ന് 318. അപ്പോൾ അന്ന് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു ആ ക്ലബ്സിൻ്റെ എല്ലാം കൂടിയിട്ട് സൗത്ത് ഇന്ത്യയിൽ. പിന്നെ റിച്ചാർഡ് ഹേ ഡിസ്ട്രിക്ട് ഗവർണർ ആയപ്പോൾ, പ്രൊഫസർ റിച്ചാർഡ് ഹേ MP ആയിരുന്നു. മൂപ്പര് ഡിസ്ട്രിക്ട് ഗവർണർ ആയപ്പോൾ 2003-2004 ഞാൻ അവരെ ക്യാബിനറ്റ് ട്രഷറായിരുന്നു, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ട്രഷറായിരുന്നു. പിന്നെ അതേമാതിരി വീണ്ടും AJ മാത്യു ഡിസ്ട്രിക്ട് ഗവർണർ ആയപ്പോൾ വീണ്ടും ഞാൻ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ട്രഷർ. കൂടുതൽ കാലം. പിന്നെ നമ്മളെ GK Memorial എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എക്സൽ പബ്ലിക് സ്കൂൾ നടന്നു മാഹിയിൽ. അത് അമ്മയായിരുന്നു അതിന്റെ ചെയർമാൻ. അമ്മ മരണപ്പെട്ടതിന് ശേഷം ഞാനാണ് ഇപ്പോൾ അതിന്റെ ചെയർമാൻ. ഏറ്റവും നന്നായി നടക്കുന്ന എത്ര കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്? 2000 മേലെ 175 പേര്. അതിന്റെ ചെയർമാനാണ്. ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അസോസിയേഷനിൽ ഇപ്പോൾ ഭാരവാഹിത്വമുണ്ടോ? ഇല്ല, ഇപ്പം അവിടെ ചെയർമാൻ ആയിട്ടുണ്ട്. കണ്ണൂർ ബ്രാഞ്ചിലെ ചെയർമാൻ ആയിട്ടുണ്ട്. കണ്ണൂർ ചാർട്ടേഡ് അക്കൗണ്ടൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. പിന്നെ 6 വർഷത്തോളം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലായിരുന്നു. എന്റെ ഇയറിൽ എനിക്കും ബെസ്റ്റ് പ്രസിഡന്റ് സ്പെഷ്യൽ പെൻഷൻ അവാർഡ് തന്നിരുന്നു. രണ്ടുപേരും ബെസ്റ്റാണ്. ബെസ്റ്റ് വേറൊരു ലേഡിക്ക് കൊടുത്തു, പക്ഷേ എനിക്ക് സ്പെഷ്യലായിട്ട് വേറൊരു അവാർഡ് അവരെനിക്ക് തന്നെ. അതെനിക്ക് ഭയങ്കര സന്തോഷം. മക്കൾ എത്ര പേരാണ്? 2 പെൺകുട്ടികളാണ്. മൂത്താള് ഡോക്ടർ ശില്പ മോഹൻ ഡോക്ടറായിരുന്നു. ഇപ്പം MBBS കഴിഞ്ഞിട്ട് നേരെ കല്യാണം കഴിഞ്ഞു. ടെലിമെഡിക്കൽ ആരംഭമായിരുന്നു, അപ്പം കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡിന്റെ കൂടെ ഇപ്പോൾ US-ലാണുള്ളത്. രണ്ടാമത്തെ ആള് IT മേഖല. പേരെന്തായിരുന്നു? വരുൺ വത്സരാജ്. മകളുടെ പേര് ശില്പ മോഹൻ. രണ്ടാമത്തെ ആള് ഇത് IT-ൽ BTech കഴിഞ്ഞു. ശീതൽ മോഹൻ. പിന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് സിഡ്നിയിൽ നിന്ന് MS ചെയ്തപ്പം അതിൽ ചെയ്തു. ഇപ്പം എപ്പോഴാണ് ചെയ്തത്? 2020. 4 വർഷം മുമ്പ് തന്നെ MS-ൽ UNSW ചെയ്തു. ഇപ്പം സിഡ്നിയിലല്ല, കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡ് രഞ്ജിത്ത് എന്ന് പറഞ്ഞ പേരാണ്. മുപ്പത് ചാർട്ടേഡ് അക്കൗണ്ടാണ്, പക്ഷേ പ്രാക്ടീസിലില്ല, എംപ്ലോയിഡ് ആണ്. സിഡ്നി തന്നെ 2 പേരും. ഈ ഇത്രയും കാലത്തെ ജീവിതം നൽകുന്ന താങ്കളുടെ ഒരു അനുഭവം വെച്ച് പൊതു സമൂഹത്തിന് കൊടുക്കാവുന്ന ഒരു സന്ദേശം എന്താണ്? മനസ്സ് ഇപ്പം താങ്കൾ കടന്നു വന്ന വഴികൾ ചെറുതല്ല. തലശ്ശേരിയൊക്കെ ഇങ്ങനെ ഇരുന്ന് ആർജവത്തോടെ പറയാൻ കഴിയുന്ന ഈ മേഖലയിൽ താങ്കളെപ്പോലുള്ള ഒരാളില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ 10-35 വർഷമായി ഇവിടെ മാധ്യമപ്രവർത്തന രംഗത്തുള്ള ഒരാൾ എന്നുള്ള എനിക്ക്. അപ്പോൾ താങ്കൾക്ക് സമൂഹത്തിന് നൽകാവുന്നൊരു സന്ദേശം എന്താണ്?
എനിക്ക് സമൂഹത്തിനോട് കൊടുക്കാനുള്ള മെസ്സേജ് ഇതാണ്. നമ്മളൊരു ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ക്യാപിറ്റലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും വലിയ നിർബന്ധമൊന്നുമില്ല. ഫസ്റ്റ് വേണ്ടത് ഒരു ഫോക്കസ് വേണം. അത് ബിസിനസ് ആയിക്കോട്ടെ, ലക്ഷ്യം വേണം. ആ ഫോക്കസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നല്ലോണം പ്രവർത്തിക്കുക, ട്രാൻസ്പെറൻ്റ് ആയിട്ട് പ്രവർത്തിക്കുക, സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുക. അങ്ങനത്തെ അവരൊക്കെ വിജയം കണ്ടിട്ടുണ്ട്. എൻ്റെ ഈ മേഖലയിൽ ഞാൻ കണ്ടതാണ്. 40 വർഷത്തിൻ്റെ ഇടയിൽ ഈ ഫസ്റ്റ് ജനറേഷൻ ആൾക്കാരാണ് വിജയിച്ചിട്ടുള്ളത്. അത് ഏതൊരു ബിസിനസ്സുകാരനും ലക്ഷ്യം വേണം. അല്ലാണ്ട് നമ്മൾ പാരൻസ് വലിയ ബിസിനസ്സുകാരായതുകൊണ്ട് നമ്മൾ വലിയ ആവണമെന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഇപ്പം അതേമാതിരി മുതൽ മുടക്ക് വേണമെന്നില്ല. നമ്മളിപ്പോൾ ഏതൊരു ബിസിനസ്സുകാരനും ലക്ഷ്യം അതാണ്. അത് പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റും ഹോണസ്റ്റും ആയിരിക്കണം. നമ്മൾ വേറെ ഇത് രണ്ടും കൈമുതലായിട്ട് അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയുള്ള താങ്കളുടെ പ്ലാനുകൾ എന്താണ്? വിദ്യാഭ്യാസ മേഖലയിൽ താങ്കൾ കയ്യൊപ്പ് പതിച്ചു, സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് താങ്കളുടെ സാന്നിധ്യമുണ്ട്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന നിലക്ക് കേരളത്തിന് തന്നെ മാതൃകയാവുന്ന പ്രവർത്തനങ്ങൾ താങ്കൾ നടത്തി കഴിഞ്ഞു. ഇനി കിടക്കുകയാണ് ഒരു ബാല്യത്തിൽ തന്നെയാണ്, ഇപ്പോൾ യൗവനത്തിലാണ് താങ്കൾക്ക് നിൽക്കുന്നത്. കാരണം 115 വയസ്സാണ് ആയുർദൈർഘ്യം. ഞാൻ പലപ്പോഴും ആളുകളോട് പറയുന്ന ഒരു കാര്യവും അതാണ്. ജമിനി ശങ്കരേട്ടനൊക്കെ 100 വയസ്സാണ്. അപ്പം എങ്ങനെ നമുക്ക് താങ്കളുടെ നെക്സ്റ്റ് പ്ലാൻ? ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു ഈ പ്രൊഫഷനിൽ തന്നെ നമ്മുടെ അടുത്ത് പാസ്സായ കുറേ പേരുണ്ട്. അവരൊക്കെ നമ്മൾ ഓഫീസിൽ ഒന്നുകൂടിയും അവരൊക്കെ ഇപ്പോൾ 2 പേര് ചൂടിനായിട്ട് എടുത്ത് 2 പേര് നമ്മൾ ഓഫീസായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പണ്ട് നമ്മൾ ഓഫീസിലുണ്ടായ ആൾക്കാരാണ്. 2 ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടും രാകേഷ് എന്ന് പറഞ്ഞിട്ടും. അതേമാതിരി നമുക്കിപ്പോൾ ഒരു ബാംഗ്ലൂർ ഓഫീസുണ്ട്. അപ്പോൾ അതൊന്ന് ബാംഗ്ലൂർ ഓഫീസിന് ഒരു 6 വർഷം മുമ്പേ തുടങ്ങിയതാണ്. അത് ഇന്ദിരാനഗർ ഇല്ല, വിദേശ രാജ്യങ്ങളിൽ ഓഫീസില്ല. പക്ഷെ നമുക്ക് കുറച്ച് ഓഡിറ്റിംഗ് ഉണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ കൂടുതൽ ആലോചിക്കാം. പക്ഷേ ഇപ്പം നമ്മൾ അതിന് കണക്കായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും സ്റ്റാഫും അവിടെ വേണം. അത് ആലോചിക്കാതില്ല. അതിപ്പോൾ ആലോചിക്കാൻ അതിൻ്റെ ഒരു പൈപ്പ് ലൈൻ തന്നെ ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ടാക്സിൽ അവിടെ വന്നു. അപ്പം അവിടെ ഒരു ഇതിനെന്താണെന്ന് ഒരു പ്ലാനിങ് നിർബന്ധമാണ്. നമുക്ക് അവിടെ ഒരു സ്റ്റാഫായിരിക്കണം, അത് പെർമനൻ്റ് ആയിട്ട് നിൽക്കണം. വേവറിങ് ഉണ്ടാകാൻ പാടില്ല. ഈ പറഞ്ഞ മാതിരി ലോങ് ടേം ഇനീഷ്യലി തന്നെ എല്ലാം പെട്ടെന്ന് ഈ പറഞ്ഞ മാതിരി ഈ എംപ്ലോയ്മെന്റ് മാതിരി ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരാളെ ഇങ്ങനെ ഒരു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ ഫേം കൺസോളിഡേറ്റ് ചെയ്യുക, ഇവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കൊടുക്കുക. കാരണം ഇപ്പോൾ ഓൾറെഡി ഒരു ബേസ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു ജൂനിയേഴ്സ് പരിപാടികളൊക്കെ ഇപ്പം വളരെ സ്വസ്ഥമാണ്, മക്കളൊക്കെ സെറ്റിലായി. എന്തൊക്കെയാണ് പൊതുപ്രവർത്തന രംഗത്ത് കൂടുതൽ സജീവമാകുന്നുണ്ടോ? എന്തൊക്കെയാണ് പ്ലാനിംഗ് ഉള്ളത്? സൊസൈറ്റിയുടെ പ്രധാന ലക്ഷ്യങ്ങളൊക്കെ അത് കുറച്ച് അഡ്വർടൈസ്മെന്റ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് മെയിൻലി ലേഡീസ് ആൻഡ് ചിൽഡ്രൻ. അത് ഫോക്കസ് ചെയ്യുന്ന പെൺകുട്ടികളിലാണ്. മദർ ആൻഡ് ചൈൽഡ്. പിന്നെ അത്യാവശ്യം അത്ര ഡിസേർവിംഗ് ആയിട്ടുള്ള നമ്മൾ വിദ്യാഭ്യാസത്തിലും ലേഡീസിന്റെ ഹെൽത്തിലുമാണ് നമ്മൾ കോൺസെൻട്രേറ്റ്. വിദ്യാഭ്യാസം എന്താ വെച്ചാൽ അമ്മമാർക്ക് ഭർത്താവൊന്നും ഇല്ലാത്തവർക്ക് പിന്നെ ഹോസ്പിറ്റൽ ഫീസ് അടക്കാനും പിന്നെ എന്തെങ്കിലും ബിസിനസ് ഇപ്പം നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിന് ഇവിടെ ഒരു സ്റ്റോള് തുടങ്ങാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്തു. അതിൽ ചെറിയതാണ്, പിന്നെ കണ്ണൂര് ചെറുതാണ്. പറയാൻ ഒരുപാടുണ്ട്. ഒരുപാട് പെൺകുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു. മെറിറ്റിൽ വന്ന കുട്ടികളെ നമ്മൾ പഠിപ്പിക്കും. അത് നമ്മളെ അപ്രോച്ച് ചെയ്യും. സമയം തീരുകയാണ്. ഒരു വലിയ പഠന ശാഖയിലൂടെ സഞ്ചരിച്ച അനുഭൂതിയാണ്. കാരണം ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സുതാര്യത, ലക്ഷ്യബോധം, മനക്കരുത്ത്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഏത് നിലവാരത്തിൽ വേണമെങ്കിലും വളരാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പി. മോഹൻ. പലപ്പോഴും നമ്മൾ ആലോചിക്കും, എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെങ്കിൽ കയ്യിൽ പണം വേണ്ടേ, മൂലധനം വേണ്ടേ. മൂലധനം എന്ന് പറയുന്നത് കാര്യക്ഷമത, സുതാര്യത, ലക്ഷ്യബോധം. ലക്ഷ്യമുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ സുതാര്യതയും കാര്യക്ഷമതയും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഏത് മേഖലകളിലും കൈവെക്കാം. അതിന് ഏറ്റവും വലിയ തെളിവാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ നമ്മുടെ നാട്ടിലേക്ക് ആളുകളെ ആകർഷിക്കാനും നിരവധി പേർക്ക് തൊഴിൽ നൽകാനും സാധിച്ചു എന്നുള്ളത്. അപ്പോൾ പ്രേക്ഷകരെ, നിങ്ങൾക്കിതൊരു ശരിക്കൊരു പാഠപുസ്തകമാണ്. പഠിക്കണം, നമ്മൾ അറിയണം ഇത്തരം ജീവിതങ്ങൾ. നമ്മുടെ മുന്നിൽ വലിയൊരു ഫ്രെയിം കിടക്കുകയാണ്. നമുക്കതിൽ ചിത്രങ്ങൾ വരയ്ക്കാം, മനോഹരമായി നല്ല ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാം. അതിന് സക്സസ് സ്റ്റോറിയുടെ എപ്പിസോഡ് ഉപകരിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സക്സസ് സ്റ്റോറിക്ക് വേണ്ടി വിലയേറിയ സമയം ചിലവഴിച്ച പി. മോഹനും ജീവിത പങ്കാളിക്കും സക്സസ് സ്റ്റോറിയുടെ നന്ദി. നമസ്കാരം.